السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ തൗഫീഖിനാൽ പരിശുദ്ധ റമളാനിലാണ് നമ്മളുള്ളത്. ഈ മാസത്തിൻ്റെ മാസപ്പിറവി കണ്ടത് നമ്മൾ ഓർക്കുന്നുണ്ടാകും. പരിശുദ്ധ റമളാനിത അടുത്തെത്തിയിരിക്കുന്നു. അങ്ങനെ റമളാനിൻ്റെ മാസപ്പിറവി നമ്മൾ കണ്ടു. റമളാൻ ആരംഭിച്ചു. എന്നാൽ എത്ര വേഗത്തിലാണ് റമളാൻ അതിൻ്റെ അവസാനത്തിലേക്ക് അടുത്തത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമളാൻ വന്നു കിട്ടാൻ ഒരുപാട് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് പ്രതീക്ഷയോടുകൂടി കഴിയുന്നവരാണവർ. അതേപോലെ തന്നെയാണ് റമളാനിൻ്റെ തിരിച്ചുപോക്ക് എന്നത് ഒരർത്ഥത്തിൽ അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കുന്ന കാര്യവുമാണ്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ റമളാൻ എന്നത്, നോമ്പെന്നത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന സുവർണാവസരമാണ്. നമ്മുടെ ജീവിതം എന്നത് അല്ലാഹു നമുക്ക് നൽകിയ അവസരമാണ്. ആ ജീവിതത്തിലെ മറ്റൊരു സുവർണാവസരമാണ് പരിശുദ്ധ റമളാൻ. ഈ റമളാനിലൂടെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളും ന്യൂനതകളും തിരുത്താനും ശരിയാക്കാനും അതിലൂടെ നമ്മുടെ ജീവിതം വീണ്ടെടുക്കാനും നമുക്ക് സാധിക്കുന്നത്. റമളാനിൻ്റെ തുടക്കത്തിൽ അതുമായി ബന്ധപ്പെട്ട് അനേകം നമ്മൾ കേട്ട് കാണും. സഹോദരങ്ങളെ, റമളാൻ അവസാനിക്കുമ്പോൾ അവസാനത്തെ 10ലേക്ക് റമളാൻ അടുത്തു നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. റമളാൻ വന്നു, അതങ്ങ് പോയി, അങ്ങനെയല്ല. ഈ മാസം അനുഗ്രഹങ്ങൾ കൊണ്ട് സമൃദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെക്കുറിച്ച് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടാകും. ഷഹ്റുൻ മുബാറക്, ഇത് അനുഗ്രഹീതമായ മാസമാണ്. അത് ഈ മാസം അനുഗ്രഹീതമാണ് എല്ലാ അർത്ഥത്തിലും. അതിൻ്റെ തുടക്കം മുതൽ ഈ മാസത്തിൻ്റെ അവസാനം വരെ ഈ മാസം അനുഗ്രഹീതമാണ്. ഈ മാസത്തിൻ്റെ ആദ്യത്തെ രാത്രി മുതൽ അല്ലാഹു സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നു വച്ചിരിക്കുന്നു. അതേപോലെ നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടച്ചിരിക്കുന്നു. പിശാചുക്കളെ, അതിലെ മുരട്ടന്മാരായ ആളുകളെ, അതിലെ ഉപദ്രവകാരികളെ അല്ലാഹു പിടിച്ചുകെട്ടിയിരിക്കുന്നു. എല്ലാ രാത്രിയിലും അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. അനുഗ്രഹീതമായ മാസം. ഈ മാസം നോമ്പിൻ്റെ മാസമാണ്, ദുആഇൻ്റെ മാസമാണ്, ക്ഷമയുടെ മാസമാണ്, തഖ്വയുടെ മാസമാണ്, ദാനധർമ്മങ്ങളുടെ ഉദാരതയുടെ മാസമാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സഹോദരങ്ങളെ വിശിഷ്ടമായ ഒരു മാസത്തിലാണ് നമ്മളുള്ളത്. എങ്ങനെ വർണ്ണിച്ചാലും വീണ്ടും വീണ്ടും വർണ്ണിക്കാൻ തോന്നുന്ന ഒരു അമൂല്യമായ ഒരു കാലയളവാണ് പരിശുദ്ധ റമളാൻ എന്നുള്ളത്.
പലപ്പോഴും ആളുകൾക്ക് പ്രയാസം തോന്നും, നോമ്പിനിപ്പോൾ തിന്നാനും കുടിക്കാനൊക്കെ ഒരു തടസ്സമല്ലേ, രാവിലത്തെ ഭക്ഷണം, മറ്റുള്ള കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ നോക്കൂ, ഇത്ര ദിവസങ്ങൾ നമ്മൾ പിന്നിട്ടു. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്ക് വിഷയമല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഈ മാസം അത് മുതലെടുക്കുക എന്നതാണ് ലക്ഷ്യം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യവും. അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അവസാനത്തെ 10 കടക്കുമ്പോൾ കഴിഞ്ഞ 2 10 പോലെ ആയിരുന്നില്ല നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തുകളുടെ കാര്യത്തിൽ കാണിച്ചിരുന്ന സൂക്ഷ്മതയും ശ്രദ്ധയും. പൊതുവെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇമാമുൽ മുത്തഖീൻ, ഏറ്റവും നന്നായി ഇബാദത്തുകൾ ചെയ്യുന്ന വ്യക്തിത്വമാണ്. റമളാനിലുടനീളം അവിടുന്ന് അങ്ങനെയാണ്. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി നമുക്ക് കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ അവസാനത്തെ 10 മറ്റുള്ള ദിവസങ്ങളിൽ ഇല്ലാത്ത രൂപത്തിൽ അഹോരാത്രം പരിശ്രമിക്കുമായിരുന്നു. അവിടുന്ന് ധാരാളമായി ഇബാദത്തുകളിൽ മുഴുകുമായിരുന്നു എന്നർത്ഥം. മറ്റൊരു റിവായത്ത് കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റു ശദ്ദ മിഅ്സറഹു വഅഹ്യാ ലൈലഹു വഅയ്ഖള അഹ്ലഹു. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്ർ, അവിടുന്ന് അവസാനത്തിലെ 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ, ശദ്ദ മിഅ്സറഹു, അവിടുത്തെ ഉടുമുണ്ട് മുറുക്കി ഉടുക്കും, വഅഹ്യാ ലൈലഹു, അവിടുന്ന് രാത്രി ജീവിപ്പിക്കും, വഅയ്ഖള അഹ്ലഹു, അവിടുത്തെ കുടുംബത്തെ വിളിച്ചുണർത്തും. ഈ ഹദീസ് സഹോദരങ്ങളെ, ഈ 2 റിവായത്തുകളും അവസാനത്തെ 10 എങ്ങനെയാണ് നാം വിനിയോഗിക്കേണ്ടത് എന്നറിയിക്കുന്ന 2 റിവായത്തുകളാണ്, 2 ഹദീസുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള ദിവസങ്ങളിൽ ഇല്ലാത്തതുപോലെ പരിശ്രമിക്കും. എന്നിട്ട് ആ പരിശ്രമം എങ്ങനെയാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുകയാണ്. ശദ്ദ മിഅ്സറഹു എന്നാണ്. എന്താണ് ശദ്ദ മിഅ്സറഹു എന്ന് പറഞ്ഞാൽ? ഐ ജദ്ദ വജ്തഹദ ഫിൽ ഇബാദതി വഅതസല നിസാ. പണ്ഡിതന്മാർ പറഞ്ഞു, അവിടുന്ന് ഇബാദത്തിന്റെ കാര്യത്തിൽ നന്നായി കഠിനമായി പരിശ്രമിക്കും, പ്രയത്നിക്കും. അതുപോലെ ഭാര്യമാരുമായുള്ള ബന്ധം, ലൈംഗിക ബന്ധം, അതുപോലെയുള്ള കാര്യങ്ങൾ, അതിൽ നിന്ന് അവിടുന്ന് മാറി നിൽക്കും. ഈ 10 ദിവസങ്ങൾ ദുനിയാവിൻ്റെ ആസ്വാദനങ്ങളും ദുനിയാവിൻ്റെ മറ്റു കാര്യങ്ങളും മനസ്സിന് ആഗ്രഹമുണ്ടാക്കുന്ന കാര്യങ്ങളും പൊതുവെ അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ മാറി നിന്ന് ഇബാദത്തുകളിൽ കൂടുതൽ പരിശ്രമിക്കും എന്നാണ് ശദ്ദ മിഅ്സറഹു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഒരാൾ ഉടുമുണ്ട് മുറുക്കി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ എന്തിനും തയ്യാറായി ഇറങ്ങുക എന്നതാണ് അതിൻ്റെ പ്രയോഗം. മലയാളത്തിൽ ആ പ്രയോഗമുണ്ട്, കച്ചകെട്ടി ഇറങ്ങുക എന്ന് പറയും. ആ ഒരു പ്രയോഗമാണ് ശദ്ദ മിഅ്സറഹു എന്ന് പറഞ്ഞാൽ. അവിടുത്തെ ഉടുമുണ്ട് അവിടുന്ന് മുറുക്കി ഉടുക്കും എന്ന് പറഞ്ഞാൽ ഒരുങ്ങി ഇറങ്ങും. പിന്നെ മറ്റെന്ത് കാര്യങ്ങളും അവിടുത്തെ ബാധിക്കുന്നില്ല. പിന്നീട് അവിടുത്തെ ഇബാദത്തുകളിലാണ് അവിടുത്തെ ശ്രദ്ധ മുഴുവനും. ഈ റമളാൻ അത് കരസ്ഥമാക്കാൻ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ, ആരാണ് ഇപ്പോൾ നമ്മൾ ഈ കേട്ട ഉടുമുണ്ട് മുറുക്കി ഉടുത്ത വ്യക്തി? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അവിടുത്തെ പ്രത്യേകത? മുൻകഴിഞ്ഞ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും പൊറുക്കപ്പെട്ട വ്യക്തിത്വമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിക്കാത്ത, ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടുന്ന് റമദാനിന്റെ പോരിശ നേടിയെടുക്കാൻ ഈ രൂപത്തിൽ പരിശ്രമിക്കുമെന്നാണ്. നമ്മളിലേക്കൊന്നും നമ്മളൊന്ന് മടങ്ങും. എന്താണ് നമ്മുടെ അവസ്ഥ? ധാരാളമായി അബദ്ധങ്ങളും ന്യൂനതകളും കുറവുകളും ഉള്ള നമ്മൾ വാക്കുകളിലും പ്രവൃത്തികളിലും നോട്ടങ്ങളിലും ഇടപാടുകളിലും സർവ മേഖലകളിലും കുറവുകൾ വരുത്തിവെക്കുന്ന നമ്മൾ, സഹോദരങ്ങളെ സഹോദരിമാരെ, എത്ര പരിശ്രമിക്കണം, എന്തുമാത്രം പരിശ്രമമായിരിക്കണം നമ്മുടെ അടുക്കൽ ഉണ്ടാവേണ്ടത് എന്നാണ് ഇതിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം. അവിടുന്ന് ഈ രൂപത്തിൽ പരിശ്രമിച്ചുവെങ്കിൽ നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് ധന്യരല്ല. നമ്മളൊരിക്കലും എല്ലാം കിട്ടി, എല്ലാം തികഞ്ഞു എന്ന് പറയാൻ അർഹതപ്പെട്ടവരല്ല. മറിച്ച് നമ്മൾ പരിശ്രമിക്കണം. നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ നമ്മൾ പരിശ്രമിക്കുക എന്നതാണ് ഈ ഹദീസ് നമ്മെ അറിയിക്കുന്നത്. ഇനി നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് വഅഹ്യാ ലൈലഹു, അവിടുന്ന് രാത്രിയെ ജീവിപ്പിക്കും. നോക്കൂ, ഇവിടെ ഹദീസിൽ വന്ന പ്രയോഗം നോക്കൂ നിങ്ങൾ. രാത്രി ഉറക്കമൊഴിക്കുന്നതിനാണ് അഹ്യാ ലൈലഹു എന്ന് പറഞ്ഞത്. പക്ഷെ നേർക്ക് നേരെ അവിടുന്ന് രാത്രി ഉറക്കമൊഴിക്കും എന്നല്ല പറഞ്ഞത്. കാരണം ഉറക്കമൊഴിക്കൽ രണ്ട് രൂപത്തിലുണ്ട്, അല്ലെങ്കിൽ പല രൂപത്തിലുണ്ട്. ആളുകൾ വെറുതെ ഉറക്കമൊഴിച്ച് തിരിഞ്ഞളിക്കുന്ന സന്ദർഭം ഉണ്ടാവാറുണ്ട്. വെറുതെ ഉറങ്ങാതിരിക്കുക, രാത്രി കളിച്ചും ചിരിച്ചും രസിച്ചും അങ്ങാടിയിലിരുന്നും സൊറ പറഞ്ഞും രാത്രി ഉറക്കമൊഴിക്കുന്ന ആളുകളുണ്ട്. അതിന് രാത്രി ഉറക്കമൊഴിക്കൽ എന്നാണ് പറയുക. ഇവിടെ നോക്കൂ, വഅഹ്യാ ലൈലഹു, രാത്രിയെ ജീവിപ്പിച്ചു എന്നാണ് അർത്ഥം. രാത്രി ഉറക്കമൊഴിച്ചു എന്നാണെങ്കിലും ആ പ്രയോഗം സൂക്ഷ്മമായ പ്രയോഗമാണ്. രാത്രിയെ ജീവിപ്പിച്ചു അഥവാ സഹോദരങ്ങളെ, നമുക്കുള്ള ജീവൻ എന്നത് അള്ളാഹുവിനുള്ള ഇബാദത്ത് കൊണ്ടാണ്. ആ ഇബാദത്ത് കൊണ്ട് രാത്രിയെ സമൃദ്ധമാക്കി എന്നതിനാണ് ആയിഷ റളിയല്ലാഹു അൻഹ വഅഹ്യാ ലൈലഹു എന്ന് പ്രയോഗിച്ചത്. രാത്രിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിപ്പിച്ചു അഥവാ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കി. ഉറക്കുക എന്നത് അർദ്ധമരണമാണ്. അഖുൽ മൗത്ത്, മരണത്തിന്റെ സഹോദരനാണ്. ഇബാദത്തില്ലാത്ത ഒരവസ്ഥ എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചത്തു ജീവിക്കുന്നത് പോലെയാണ്. ഒരാൾക്ക് ഈമാൻ കിട്ടാതെ പോയാൽ, ഈമാൻ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ദുനിയാവിൽ ജീവിക്കുന്നുണ്ടാകും, പക്ഷെ അയാളുടെ ഖൽബ്, ഹൃദയം ചത്തുപോയതാണ്. ആ ചത്ത ഹൃദയത്തിന് അള്ളാഹു വഹിയാകുന്ന പ്രകാശം നൽകി അയാളെ ജീവിപ്പിച്ചു എന്നാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറഞ്ഞു, അവമൻ കാന മൈതൻ, മരിച്ച നിർജീവമായ ഒരവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരുവൻ, ഫഅഹ്യൈനാഹു, നാം അവനെ ജീവിപ്പിച്ചു, വജഅൽനാ ലഹു നൂറൻ, എന്നിട്ട് അവന് നാം പ്രകാശം നൽകി. ഏതാണ് പ്രകാശം? വഹ്യാകുന്ന പ്രകാശം, അള്ളാഹുവിൻ്റെ ദീനാകുന്ന പ്രകാശം, ഇബാദത്തുകളാകുന്ന പ്രകാശം. സഹോദരങ്ങളെ, രാത്രിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് രാത്രി ഉറക്കമൊഴിച്ചു എന്നാണ്. അവസാനത്തെ 10 ഉടുമുണ്ട് മുറുക്കി ഉടുത്ത് ഇബാദത്തുകൾക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുമ്പോൾ രാത്രി മുഴുവനും ജീവിപ്പിക്കുക എന്നത് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅയ്ഖള അഹ്ലഹു, അവിടുത്തെ കുടുംബത്തെ വിളിച്ചുണർത്താറുണ്ടായിരുന്നു. ഇത് ഓരോ കുടുംബനാഥനും ബാധ്യതയുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഒരു പിതാവാണ്, നല്ല ഒരു ഭർത്താവാണ്. അവിടുന്ന് മകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട ഇബാദത്തുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ
ഉപദേശം കൊടുക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. അവിടുന്ന് ഭാര്യമാർക്ക് ഉപദേശം കൊടുക്കാറുണ്ടായിരുന്നു. നമുക്കതിൽ മാതൃകയുണ്ട്. നമ്മൾ നല്ല ദീനിയായി ജീവിക്കും, നമ്മൾ വീട്ടിൽ അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നത് ഒരിക്കലും സഹോദരങ്ങളെ നമുക്ക് അനുയോജ്യമല്ല. നമ്മളും നമ്മുടെ കുടുംബവും അള്ളാഹു പറഞ്ഞില്ല, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, സത്യവിശ്വാസികളെ എന്നാണ് അള്ളാഹു വിളിച്ചത്. എന്നിട്ട് പറഞ്ഞത് ഖൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ രക്ഷപ്പെടുത്തുക, വഅഹ്ലീക്കും, നിങ്ങളുടെ കുടുംബത്തെയും, നാറൻ, നരകത്തിൽ നിന്ന്. നമ്മളും നമ്മുടെ കുടുംബവും ഒരുപോലെ രക്ഷപ്പെടണം. ഒരെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളെ പണിയെടുക്കുക. പറഞ്ഞിട്ട് ഇനി ഭാര്യ തെറ്റേണ്ടതില്ല, പറഞ്ഞിട്ട് ഇനി മക്കൾ തെറ്റേണ്ടതില്ല എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ പറഞ്ഞു കൊടുക്കണം, നല്ല രൂപത്തിലായിരിക്കണം എന്ന് മാത്രം. പറയുമ്പോൾ നല്ല രൂപത്തിലായിരിക്കണം, മാന്യമായിട്ടായിരിക്കണം, അറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം, ഉൾക്കാഴ്ചയോടുകൂടിയായിരിക്കണം, ഗുണകാംക്ഷയോടുകൂടിയായിരിക്കണം, നല്ല സ്വഭാവത്തോടുകൂടിയായിരിക്കണം. ഇതൊക്കെ അവിടെ ബാധകമാണ്. പക്ഷെ പറഞ്ഞു കൊടുക്കണം. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബത്തെ വിളിച്ചുണർത്തി ഇബാദത്തിന് വേണ്ടി പ്രേരിപ്പിക്കും. രാത്രി ഇബാദത്തുകൾ ചെയ്യാൻ മസ്ജിദിലേക്ക് വരുന്ന വാപ്പയും ഉമ്മയും മക്കളെയും വിളിക്കണം. അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയെ വിളിച്ചുണർത്തണം, ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞു കൊടുക്കണം, പ്രേരിപ്പിക്കണം അവരെ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. ഓരോ ഉപ്പമാരും ഭർത്താക്കന്മാരും ഈ കാര്യം, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ശ്രദ്ധിക്കണം. കുടുംബത്തിൽ മുതിർന്ന ആളുകൾ ശ്രദ്ധിക്കണം. നമ്മൾ ദീൻ പാലിക്കുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ മക്കളും. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവർ മുഅ്മിനീങ്ങൾ, അവരും അവരുടെ ഇണകളും അവരുടെ മക്കളും അവരെല്ലാവരും ഒരുമിച്ച് കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന രംഗമുണ്ട്. ഉമ്മയും ബാപ്പയും മക്കളും ഭാര്യയും ഭർത്താവും സഹോദരങ്ങളും ഒക്കെ ഒരുമിച്ച് മലക്കുകൾ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്വീകരിക്കുന്നു. സലാമുൻ അലൈക്കും, അല്ലാഹുവിൽ നിന്നുള്ള സമാധാനം, പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞ് ആനയിച്ച് സ്വർഗത്തിലേക്ക് വിളിച്ചു കയറ്റുന്ന രംഗം വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലുമുണ്ട്. അതിൽ നമുക്ക് ഓരോരുത്തർക്കും സഹോദരങ്ങളെ വലിയ മാതൃകയുണ്ട്. നമ്മളും നമ്മുടെ കുടുംബവും ഒരുപോലെ നന്നാവണം. ഈ കാലഘട്ടത്തിൽ പലപ്പോഴും വളരെ വേദനയുണ്ടാക്കുന്ന ചില കാഴ്ചകൾ നമുക്ക് കാണാം. നല്ല ദീനിയായ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളൊക്കെ ഉള്ള വാപ്പയായിരിക്കും. താടിയുണ്ടാകും, തലപ്പാവുണ്ടാകും, വെള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും, നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച ആളായിരിക്കും. ഉമ്മ നല്ല പരിപൂർണ ഹിജാബ് ധരിച്ച സ്ത്രീയായിരിക്കും. എന്നാൽ കൂടെയുള്ള മകൾ പുതിയ തലമുറ ധരിക്കുന്ന ജീൻസ് പാൻറ്റും അരക്കൈയുള്ള ടീഷർട്ടും ധരിച്ചുകൊണ്ട് നടന്നു പോകുന്ന വേദനാജനകമായ കാഴ്ചകൾ എത്രയാണ് നമ്മൾ കാണാറുള്ളത്. പറഞ്ഞാൽ പറയാറുള്ളത് പിടിച്ചിട്ട് കിട്ടണ്ടേ എന്നാണ്. പറഞ്ഞിട്ട് കേൾക്കണ്ടേ? മക്കളൊക്കെ വളർന്നു പോയില്ലേ? മക്കളൊക്കെ വലുതായില്ലേ? സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കേണ്ടത്, മക്കൾ വളർന്നു, അവരാരാണ് അങ്ങനെ വളർത്തിയത്? അല്ലാഹു സുബ്ഹാനഹു തആല നാളെ ചോദിക്കുക മൗലവിമാരോടോ ഉസ്താദുമാരോടോ അല്ല, മദ്രസയിൽ അവരെ പഠിപ്പിച്ച ആളുകളോടല്ല, നിങ്ങളോടാണ് ചോദിക്കുക. അവർക്ക് ദീൻ കൊടുക്കണം. അവരല്ലാഹുവിൻ്റെ ദീനിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ പള്ളിയിലേക്ക് മക്കളോ എവിടുന്നോ എനിക്ക് തിരക്കുണ്ട് അല്ല, അവർ കൈപിടിച്ച് പള്ളിയിലേക്ക്, അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക്, നിസ്കാരത്തിന് സഫിൽ കൊണ്ട് നിർത്തണം. അതുപോലെ തന്നെ ഭാര്യമാരെ, ഉമ്മമാരെ, ഉപ്പമാരെ നമ്മൾ ശ്രദ്ധിക്കണം. ദീന് പറഞ്ഞു കൊടുക്കണം അവർക്ക്.
കുടുംബവുമായി കുടുംബത്തോട് നമുക്ക് ബാധ്യതയുണ്ട്. എങ്കിലാണ് നാളെ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമും ഒക്കെ മരണസമയത്ത് മക്കൾക്ക് വസിയ്യത്ത് കൊടുത്തു, മക്കളെ മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. എന്തിനാണ് നിങ്ങൾ ആരാധിക്കുക? നിങ്ങളുടെ ഇലാഹിനെ, നിങ്ങളുടെ പിതാവിൻ്റെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അവരുടെ പിതാവിനെയാണ് ഏകനായ അവരുടെ ഇലാഹിനെയാണ്, ഏകനായ ഇലാഹിനെയാണ് ഞങ്ങൾ ആരാധിക്കുക വാപ്പ എന്ന് പറയുന്ന മക്കളെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ലുഖ്മാൻ തൻ്റെ മകന് നൽകിയ വസിയ്യത്ത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. മോനെ, നീ ശിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഓരോ ഉപദേശങ്ങൾ എണ്ണി പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊക്കെ കേട്ട് ജീവിതത്തിൽ പകർത്തുന്ന ഒരു മകനായി തീരണമെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅയ്ഖദ അഹ്ലഹു, അവിടുത്തെ കുടുംബത്തെ വിളിച്ചുണർത്തും. നോക്കൂ, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശ്രമത്തിൻ്റെ ഒരു ചിത്രം. അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിലായിരുന്നു. ശദ്ദ മിഅ്സറഹു വഅഹ്യാ ലൈലഹു വഅയ്ഖദ അഹ്ലഹു. അവിടുന്ന് ഉടുമുണ്ട് ഉറുക്കി ഉടുക്കും, രാത്രിയെ ജീവിപ്പിക്കും, കുടുംബത്തെ വിളിച്ചുണർത്തും. സഹോദരങ്ങളെ, ഇത് നമുക്ക് ചെയ്യാനുള്ളതാണ്. പ്രത്യേകിച്ച് അവസാനത്തെ ആ 10 ദിവസങ്ങളിൽ. അങ്ങനെ ഇബാദത്തുകളുമായി മുന്നേറാൻ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് ഇനി നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുന്നത്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞതായി കാണാം. വഫിൽ ഹദീസി, ഇപ്പോൾ നമ്മൾ കേട്ട ഈ ഹദീസ്, ആ ഹദീസിലുണ്ട് അൽ ഹിർസു അലാ മുദാവമത്തിൽ ഖിയാമി ഫിൽ അശ്റിൽ അഖീരി, അവസാനത്തെ 10 അഥവാ റമദാനിൽ അവസാനത്തെ 10 നിരന്തരമായ ഇബാദത്തുകളിൽ അഹോരാത്രം പരിശ്രമിക്കണം, മുഴുകണം എന്നതിന് തെളിവുണ്ട് ഈ ഹദീസിൽ. എന്താണ് കാരണം? ഇഷാറത്തൻ ഇല അൽ ഹസ്സി അലാ തജ്വീദിൽ ഖാതിമ, പര്യവസാനം നന്നാക്കണം, ഏറ്റവും നല്ല രൂപത്തിലാക്കണം എന്നതിലേക്കുള്ള പ്രേരണ നൽകുന്ന സൂചനയാണത്. കാരണം റമദാനിൻ്റെ അവസാനത്തെ 10 എന്നത് റമദാൻ അവസാനിക്കാൻ പോവാണ്. ഈ അവസാന സമയത്താണ് യഥാർത്ഥത്തിൽ മൊത്തത്തിൽ വിലയിരുത്തപ്പെടുക. ഈ പര്യവസാനം എങ്ങനെയാണ് എന്നതിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക. ഏതൊരു പ്രവർത്തനവും അങ്ങനെയാണ്. ഏതൊരു പ്രവർത്തനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്നമൽ അമാലു ബിൽ ഖവാതീം, തീർച്ചയായും പ്രവർത്തനങ്ങൾ അതിൻ്റെ അവസാനത്തിലാണ് പരിഗണിക്കപ്പെടുക. ഒരു പ്രവർത്തനത്തിൻ്റെ അവസാനം നോക്കും, അതെങ്ങനെയാണ് എന്ന നിലക്കാണ് അത് പരിഗണിക്കപ്പെടുക. ഏതുപോലെ തുടക്കം പരിഗണിക്കും. ഒരു അമലിൻ്റെ, ഒരു പ്രവർത്തനത്തിൻ്റെ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ അമല് അള്ളാഹു സ്വീകരിക്കുക. എന്നതുപോലെ തന്നെ സഹോദരങ്ങളെ, അത് അവസാനിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നതും പരിഗണനീയമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. റമദാൻ തുടങ്ങിയതിനേക്കാൾ മനോഹരമായിട്ടാണ് റമദാനിന് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തുടങ്ങുമ്പോഴുള്ള ഉത്സാഹവും ഉന്മേഷവും വേഗതയും ഒരു പകുതി അങ്ങ് കഴിയുമ്പോൾ കതച്ച് ചുമച്ച് നിർത്താനായിട്ടില്ല. മുൻഗാമികളിൽ ചിലർ കുതിരയെക്കുറിച്ച് പറഞ്ഞ ഉദാഹരണം കാണാം. ഒരു കുതിര പന്തയത്തിന് അതിനെ നിശ്ചയിച്ചാൽ, മത്സരത്തിന് വേണ്ടി അതിനെ നിശ്ചയിച്ചാൽ, ആ മത്സരയോട്ടത്തിൽ അവസാനത്തിൽ ലക്ഷ്യത്തിലെത്താനാകുമ്പോഴാണ് അത് കൂടുതൽ ഉന്മേഷത്തോടുകൂടി ഓടുക.
ആ കുതിരയേക്കാൾ മനുഷ്യ നീ നിലവാരം കുറഞ്ഞവനായി പോകരുത് എന്നാണ് മുൻഗാമികൾ ഉണർത്തിയിട്ടുള്ളത്. കുതിര അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ വേഗത്തിൽ ഓടും. അതുവരെ ഓടിയതിനേക്കാൾ ഒന്നുകൂടി വേഗത്തിലാണ് അത് ഓടുക. നമ്മൾ നേരെ തിരിച്ചാണ്. തുടക്കത്തിലുള്ള ഓട്ടം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണിക്കും. റമളാനിൻ്റെ ആദ്യത്തെ മസ്ജിദുകളിലുള്ള ജമാഅത്തുകൾ എന്തൊരു കൺകുളിർമയായിരുന്നു നമുക്ക് തന്നിരുന്നത്. കുറച്ച് ദിവസങ്ങൾ അങ്ങ് കഴിഞ്ഞപ്പോൾ ഇത് കുറയാൻ തുടങ്ങി, ആളുകൾ കുറയാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ കൂടുകയാണ് വേണ്ടത്, അത് നിലനിൽക്കുകയാണ് വേണ്ടത് മരിക്കുന്നത് വരെ. എല്ലാം അങ്ങനെ ആയിരിക്കണം. റമളാനിൻ്റെ തുടക്കത്തിൽ ഒരു ഭാഗത്ത് നിന്ന് ഖുർആനോതും, ഒരു ഭാഗത്ത് നമ്മുടെ സ്വഭാവം നന്നായിരിക്കും, വളരെ മനോഹരമായിരിക്കും, നല്ല പെരുമാറ്റമായിരിക്കും, സദഖകളും ദാനധർമ്മങ്ങളും സൂക്ഷ്മതയും ശ്രദ്ധയും, നോമ്പ് പൊളിഞ്ഞു പോകരുത് എന്ന ചിന്തയും ഒക്കെ ഉണ്ടാവും. കുറച്ച് ദിവസങ്ങളങ്ങ് കഴിയുമ്പോൾ കൂടുതലാണ് ആ ചിന്ത നമുക്കുണ്ടാവേണ്ടത്, അത് കൂട്ടുകയാണ് വേണ്ടത്. കുറച്ചങ്ങ് കഴിയുമ്പോൾ നമ്മുടെ കൽബുകൾ, ഹൃദയങ്ങൾ കടുത്തു പോകരുത്. യഹൂദർക്ക് സംഭവിച്ച ഒരു കാര്യമാണ് സഹോദരങ്ങളെ, കാലങ്ങളങ്ങ് കഴിയുമ്പോൾ അവരുടെ ഹൃദയങ്ങൾക്ക് കാഠിന്യമുണ്ടായിട്ടുണ്ട്. ഒരു കാര്യം നിരന്തരം ചെയ്യുമ്പോൾ അതിനോടുള്ളൊരു വില പൊതുവെ മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു പോവാറുണ്ട്. കുറേ നാള് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ ആളുകൾക്ക് അതിനോടുള്ളൊരു മഹബത്ത് അത് നഷ്ടപ്പെട്ടു പോവാറുണ്ട്, അതിനോടുള്ള ഒരു ആവേശം ഇല്ലാതെയായി പോവാറുണ്ട്. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. അവസാനിക്കുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കുകയാണ് നമ്മൾ വേണ്ടത്. നമ്മുടെ ഹൃദയങ്ങൾ കടുത്തു പോവുകയല്ല വേണ്ടത്, പിന്നെ ഹൃദയം വിശാലമായി വരികയാണ് വേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അദ്ദേഹം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, ഇവിടെ തജ്വീദുൽ ഖാതിമ, പര്യവസാനം ഏറ്റവും നന്നാക്കുക എന്നതിലേക്കുള്ള പ്രേരണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഇബാദത്ത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണപാഠം. അതാണ് നമുക്ക് അറിയിക്കുന്നത്, അതിലേക്കാണ് നമുക്ക് സൂചന നൽകുന്നത്. എന്നിട്ട് അദ്ദേഹം ദുആ ചെയ്യുകയാണ്, ഖതമല്ലാഹു ലനാ ബിഖൈരിൻ ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളോടൊപ്പം എല്ലാ നന്മകളുമായി പരിശുദ്ധ റമളാൻ പൂർത്തീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു പൂർത്തീകരിച്ച് നൽകട്ടെ, ആമീൻ എന്ന് അദ്ദേഹം ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നന്നായി പരിശ്രമിക്കേണ്ട ദിനരാത്രങ്ങളാണ്, ദിവസങ്ങളാണ് വരുന്നത്. നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പൂർത്തീകരിച്ചു വെക്കണം. പ്രത്യേകിച്ച് അവസാനമാകുമ്പോഴാണ്, ലൈലത്തുൽ ഖദറൊക്കെ പ്രതീക്ഷിക്കുന്ന രാവുകൾ എത്തുമ്പോഴാണ് നമ്മൾ ഡ്രസ്സിൻ്റെ അളവുമായി ഒരു കുപ്പായത്തിൻ്റെ പാൻറ്റിൻ്റെ കളറുമായിട്ട് അങ്ങാടിയിൽ മണിക്കൂറുകളോളം നടക്കുക. അമൂല്യമായ സമയങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഏതെങ്കിലും ഒരു കുപ്പായം എടുത്തിട്ടുണ്ടാവും, അതിനടക്കായ പാൻറ്റിന് മണിക്കൂറുകളോളം നടക്കും. ഏത് ദിവസം? ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന ഈ പറഞ്ഞ അവസാനത്തെ 10 ദിവസങ്ങളിൽ. അനുയോജ്യമല്ല, നമുക്ക് പാടില്ല, അത് നഷ്ടമാണത്, വലിയ നഷ്ടമുണ്ടാക്കും നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് നേരത്തെ നമ്മൾ നമ്മുടെ വസ്ത്രം എടുക്കലും മറ്റുള്ള അങ്ങാടികളിലുള്ള കറക്കവും ഒക്കെ നമ്മൾ തീർത്തു വെക്കണം. അവസാനത്തെ ദിവസങ്ങൾ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും നമ്മുടെ ഇബാദത്തിന് വേണ്ടി പരിശ്രമിക്കണം. എങ്കിലേ നമുക്ക് നല്ല രൂപത്തിൽ പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് തുടങ്ങി, റമളാൻ ആരംഭിച്ചു, ഇത് അവസാനത്തിലേക്ക് എത്തുകയാണ്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മുടെ സംസാരം എന്തായിരിക്കും? പെരുന്നാളായിരിക്കും, ഈദ്ഗാഹായിരിക്കും, ജക്കാത്തുൽ ഫിത്തറായിരിക്കും, ഇതായിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മുടെ സംസാരം ഇപ്പോഴേ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇത് അവസാനത്തിലേക്ക് എത്തുകയാണ്.
കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, ഒരു 2-3 ദിവസങ്ങൾക്ക് മുന്നെയാണ് പൂർണ്ണ ചന്ദ്രനെ നമ്മൾ കണ്ടത്. അസ്തമിക്കാൻ തുടങ്ങി, അതിൻ്റെ വലിപ്പം കുറയാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ കുറയുന്നത് റമളാനിലെ ദിവസങ്ങളാണ്. അതോടൊപ്പം നമുക്കുണ്ടായിരിക്കേണ്ട വലിയ ചിന്ത എന്താണ്? ഈ റമളാൻ കുറയുന്നതോടൊപ്പം നമ്മുടെ ആയുസ് കുറയുന്നുണ്ട്. റമളാൻ മാത്രമല്ല കുറയുന്നത്, നമ്മുടെ ആയുസ് കൂടി കുറയുന്നുണ്ട്. ദുനിയാവിലുള്ള നമ്മുടെ ദിവസങ്ങൾ കുറയുകയാണ്, എണ്ണപ്പെട്ട ദിവസങ്ങൾ. റമളാനിനെ കുറിച്ച് അല്ലാഹു അയ്യാമം മഅദൂദാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, എണ്ണപ്പെട്ട ദിവസങ്ങൾ. അതേപോലെയാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതവും എണ്ണപ്പെട്ട ദിവസങ്ങളാണ്. ഒരു 100 വർഷങ്ങൾക്ക് മുന്നേ ഈ ഇരിക്കുന്ന നമ്മൾ ആരും ദുനിയാവിൽ ഉണ്ടായിരുന്നില്ല. ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ, ഒരു 100 വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ആരോട്ടുണ്ടാവില്ല. അതിനിടയിലുള്ള കുറച്ച് നാളുകളാണ് നമ്മൾ. മനുഷ്യരെന്നാൽ ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതുപോലെ ഏതാനും ചില ദിവസങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, ഡെത്ത് ഡേറ്റും ഉണ്ടാവും. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ അവസ്ഥകൾ, അത് അളക്കലും പരിഗണിക്കലും കണക്കുകൂട്ടലും ഒക്കെ എന്തിലാണ്? ജനനത്തീയതിയും മരണത്തീയതി ഉണ്ടാവും. 2 തീയതികൾക്കിടയിലാണ് മനുഷ്യൻ. ഈ 2 തീയതികൾക്കിടയിൽ ജീവിച്ച ആ ദിവസങ്ങൾ മാത്രമാണ് സഹോദരങ്ങളെ നമ്മൾ, ഞാനും നിങ്ങളും. ജനിക്കുമ്പോൾ നമ്മുടെ പേര് കുഞ്ഞ് എന്നാണ്, കുട്ടി എന്നാണ് നമ്മൾ പറയാ. കുറേ കാലം കുട്ടി, കുഞ്ഞുമോൻ എന്നൊക്കെ വിളിക്കും. മരണപ്പെട്ട് കഴിഞ്ഞാൽ, മരിച്ച അന്ന് മുതൽ പിന്നെ നമ്മുടെ പേര് മയ്യത്ത് എന്നാണ്. പിന്നെന്താ ചോദിക്കുക? മയ്യത്ത് കുളിപ്പിച്ചോ എന്ന് ചോദിക്കും, മയ്യത്ത് കഫൻ ചെയ്തോ എന്ന് ചോദിക്കും, മയ്യത്ത് മറമാടിയോ എന്ന് ചോദിക്കും. നമ്മളെ പേരല്ല ചോദിക്കുക. നമ്മുടെ വിവാഹത്തിന് ചോദിക്കുക എന്താണ്? പുതിയാപ്പിള ഇറങ്ങിയോ ചോദിക്കും. നമ്മുടെ പേര് വിളിക്കും, നമ്മുടെ പേര് പറയും. അവൻ ഇറങ്ങിയോ, ഇറങ്ങാനായോ, വന്നോ, പോയോ എന്നൊക്കെ ചോദിക്കും. നമ്മൾ മരിച്ചാൽ പിന്നെ മയ്യത്ത് എന്നാണ് നമ്മുടെ പേര്. മയ്യത്ത് ഖബറടക്കിയോ ചോദിക്കും, മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചോ ചോദിക്കും. ഏറ്റവും പ്രിയപ്പെട്ട വാപ്പ പോലും മോൻ്റെ പേരെടുത്തിട്ടല്ല ചോദിക്കുക, മയ്യത്തിന് നിസ്കരിച്ചോ എന്നാണ് ചോദിക്കുക. മയ്യത്ത് നിസ്കാരം എന്നാണ് പറയുക. സഹോദരങ്ങളെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളാണ് പരിശുദ്ധ റമളാൻ. ആ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ നമ്മളുള്ളൂ. എന്നിട്ടും നമ്മൾ എങ്ങനെയാണ് ഈ അലസതയോടുകൂടി ജീവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. ഇവിടുന്ന് ഇറങ്ങിയാൽ നമുക്ക് പിന്നെയും പഴയതുപോലെ തന്നെ ഉണ്ടാവുക. മനുഷ്യൻ്റെ അവസ്ഥയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവസ്ഥയാണിത്. അവന് മറവി സംഭവിക്കും. ഇതൊക്കെ കേട്ടാലും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ പഴയതുപോലെ ആയിരിക്കും. നമ്മൾ വീണ്ടും പഴയതുപോലെ ചിരിയും കളിയും തമാശയിലുമായിരിക്കും. വീണ്ടും നമ്മൾ കളിയിലും ചിരിയിലും തമാശയിലുമായിരിക്കും. അതാണ് മനുഷ്യരുടെ, നമ്മുടെ അവസ്ഥ അതാണ്. നമ്മുടെ അവസ്ഥകൾ ഈ രൂപത്തിലാണ്. എത്ര വേഗത്തിലാണ് നമ്മൾ മറന്നു പോകുന്നത്. സഹോദരങ്ങളെ, അത്തരമൊരു ദുരവസ്ഥ നമുക്കുണ്ടാവരുത്. നഷ്ടം സംഭവിച്ചിട്ട്, നഷ്ടപ്പെട്ടിട്ട് പിന്നീട് വിലപിച്ചിട്ട് കാര്യമില്ല എന്നതാണ് എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് ദിവസങ്ങൾ മുതലെടുക്കണം. അവസാനത്തെ 10 ദിവസങ്ങൾ റമളാൻ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ അത് മുതലെടുക്കാൻ പരിശ്രമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസാനത്തെ 10 ഈ രൂപത്തിൽ പരിശ്രമിച്ചു എന്നാണ് നമ്മൾ കേട്ടത്. അവിടുത്തെ ഇബാദത്തുകളിൽ പ്രധാനമായി എടുത്തു പറയപ്പെട്ട ഒരു ഇബാദത്താണ് സഹോദരങ്ങളെ അൽ ഇഅ്തികാഫ് എന്നുള്ളത്. പരിശുദ്ധ റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഹദീസിൽ കാണാം, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫു അൽ-അശ്റ അൽ-അവാഖിറ മിൻ റമളാന ഹത്താ തവഫാഹു അല്ലാഹ് ثم اعتكف أزواجه من بعده
ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി അവർ പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു, അള്ളാഹു അവിടുത്തെ വഫാത്താക്കുന്നത് വരേക്കും, അഥവാ അവിടുന്ന് വഫാത്താവുന്നത് വരേക്കും ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ഹദീസുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് റമളാനിൻ്റെ ആദ്യത്തെ 10 ഇരുന്നിരുന്നത്. പിന്നീട് രണ്ടാമത്തെ 10 പിന്നീടാണ് മൂന്നാമത്തെ 10 അഥവാ അവസാനത്തെ 10 ഇരിക്കാൻ തുടങ്ങിയത്. ഇഅ്തികാഫ് അവിടുന്ന് ഇരുന്നിരുന്നത് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു. ലൈലത്തുൽ ഖദർ ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കും. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവിടുന്ന് ആദ്യത്തെ 10 അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് അവിടുത്തോട് പറഞ്ഞു, നബിയെ, താങ്കൾ പ്രതീക്ഷിക്കുന്നത് ഇനിയും മുന്നിലാണ്. അപ്പോൾ അവിടുന്ന് രണ്ടാമത്തെ 10 അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ, താങ്കൾ പ്രതീക്ഷിക്കുന്നത് ഇനിയും മുന്നിലാണ്. അങ്ങനെ പിന്നീട് അവിടുന്ന് വഫാത്ത് വരേക്കും റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിലായിരുന്നു ഇഅ്തികാഫ് ഇരുന്നത് എന്ന് നമുക്ക് കാണാം. അവിടുത്തെ വഫാത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാരും ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ഈ ഹദീസിൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് വരെ, മരണം വരെ ചെയ്തിരുന്ന, മുറുകെ പിടിച്ചിരുന്ന ഒരു ഇബാദത്താണ് റമളാനിൻ്റെ അവസാനത്തെ 10 ഇഅ്തികാഫ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം അവിടുത്തെ ഭാര്യമാർ അവിടുത്തെ വഫാത്തിന് ശേഷവും ഇരിക്കാറുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട മഹത്തായ ഒരു ഇബാദത്താണ് എന്ന് ചുരുക്കം. ഇവിടെ സ്ത്രീക്കും പുരുഷനും ഇഅ്തികാഫ് ഇരിക്കാം എന്നതാണ് ഈ ഹദീസിൽ നിന്നും വ്യക്തമാകുന്നത്. എന്താണ് സഹോദരങ്ങളെ അൽ ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ ലുസൂമുൽ മസ്ജിദ്, പള്ളിയിൽ കഴിച്ചുകൂട്ടലാണ്, പള്ളിയിൽ ഇരിക്കലാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പള്ളിയിൽ കഴിച്ചുകൂട്ടേണ്ടത്, പള്ളിയിൽ സമയം ചിലവഴിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള ഇബാദത്തിന് വേണ്ടി. അഥവാ ഇഅ്തികാഫ് മസ്ജിദുകളിലായിരിക്കണം, പള്ളികളിലായിരിക്കണം. അത് ഇഅ്തികാഫിൻ്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. വീടുകളിൽ ഇഅ്തികാഫില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസിൽ വന്നതുപോലെ അവർക്ക് മസ്ജിദിൽ വന്ന് ഇഅ്തികാഫ് ഇരിക്കാം. എന്നാൽ അതിന് സാധിക്കാത്തവരാണെങ്കിൽ അവർക്ക് തങ്ങളുടെ വീടുകളിൽ വെച്ച് ഇബാദത്തുകൾ ചെയ്യാം. വീട്ടിൽ ഇഅ്തികാഫ് എന്ന നിലക്കല്ല, സാധാരണഗതിയിൽ അവർക്ക് ഇഅ്തികാഫ് എന്ന രൂപത്തിലല്ലാതെ ഇബാദത്തുകൾ എത്രയും വർദ്ധിപ്പിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം. രാത്രിയെ ജീവിപ്പിച്ചുകൊണ്ട് ധാരാളമായി ദിക്റിലും ദുആയിലും ഖുർആൻ പാരായണത്തിലും അങ്ങനെ കഴിഞ്ഞുകൂടാം. സഹോദരങ്ങളെ, പള്ളികളിലായിരിക്കണം ഇഅ്തികാഫ്. അതും ജമാഅത്തുകൾ നടക്കുന്ന മസ്ജിദുകളിലാവാനാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇഅ്തികാഫിന് ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത്യാവശ്യങ്ങൾക്കാണ് അയാൾക്ക് പുറത്തു പോവാൻ പാടുള്ളൂ. അങ്ങനെ ഒരു പുറത്തേക്ക് പോവൽ ഒഴിവാക്കാൻ ജമാഅത്തുകളുള്ള മസ്ജിദുകൾ തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. സഹോദരങ്ങളെ, ഇഅ്തികാഫിൻ്റെ ലക്ഷ്യം ഈ പറഞ്ഞതാണ്, അത് നമ്മൾ മറന്നു പോകരുത്. ഇഅ്തികാഫ് എന്നാൽ പള്ളികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഇബാദത്തിനായി ഒഴിഞ്ഞിരിക്കൽ, കഴിച്ചുകൂട്ടൽ എന്നാണ് അതിൻ്റെ അർത്ഥം. സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന ഇഅ്തികാഫ് എന്താണ്? രാത്രി ആകുമ്പോൾ എല്ലാവരും വരും, ചായ ഉണ്ടാവും, കടികളുണ്ടാവും, ഈത്തപ്പഴം ഉണ്ടാവും, കൂടെ ഒരു തലേണയും ഒരു ബെഡ്ഷീറ്റും ഉണ്ടാവും. കുറച്ച് നേരം നിസ്കരിച്ച് കുറച്ച് ഓതി പിന്നെ കിടന്നുറങ്ങും. അല്ലെങ്കിൽ കൂടി ഇരുന്ന് കുറേ വർത്തമാനം പറയും. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ആരെയും ആക്ഷേപിക്കുന്നില്ല. യഥാർത്ഥ ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്തുകൊണ്ട്
ഒഴിഞ്ഞിരിക്കലാണ്. അതാണ് എത്തിക്കാഫ്. ഭജനമിരിക്കുക എന്ന് മലയാളത്തിൽ പറയും. അഥവാ പള്ളിയിൽ അള്ളാഹുവിനുള്ള ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കലാണ് എത്തിക്കാഫ്. എങ്ങനെ ഒഴിഞ്ഞിരിക്കണം? ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ മനസ്സും ശരീരവും ഒഴിച്ചിടണം. ദുനിയാവിൻ്റെ ചിന്തകളുമായി ഇത്തികാഫിന് വന്നിട്ട് കാര്യമില്ല. ഇത്തികാഫ് തുടങ്ങുമ്പോൾ തന്നെ വിളിക്കും, പിന്നെ ഫോണായിരിക്കും, വിളിയായിരിക്കും. അങ്ങനെയല്ല, ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കലാണ് ഇത്തികാഫ്. സൃഷ്ടികളുമായുള്ള കാര്യങ്ങൾ, അവരോടുള്ള ചിന്തകൾ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് റബ്ബിന് വേണ്ടി ഒഴിഞ്ഞിരിക്കലാണ് ഇത്തികാഫ്. അതാണ് പരിപൂർണമായ ഇത്തികാഫ്. ഇതിൻ്റെ അർത്ഥം ഇതൊന്നും സാധിക്കുന്നില്ല, അതുകൊണ്ട് തീരെ വേണ്ട എന്നല്ല. അതിലേക്ക് വരും. ഇത്തികാഫ് എത്ര സമയമാണ്, എങ്ങനെയാണ് പറയും. പരിപൂർണമായ ഇത്തികാഫ് എന്നത് സഹോദരങ്ങളെ ഈ രൂപത്തിലാണ്: പള്ളിയിലേക്ക് വരിക, പിന്നെ ഇബാദത്തുമായി കഴിഞ്ഞുകൂടാ. വേറെ ചിന്തകൾ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പിന്നീട് നമ്മെ ബാധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കേട്ടില്ലേ, ശദ്ദ മിഅ്സറഹു, അവിടുന്ന് ഉടുമുണ്ട് മുറുക്കി ഉടുക്കും. വിശദീകരിച്ചു. ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ നിന്ന് അവിടുന്ന് മാറി നിൽക്കും. പ്രത്യേകിച്ചൊരു മനുഷ്യന് ആഗ്രഹമുള്ള, താല്പര്യമുള്ള കാര്യമാണ് ഭാര്യയുമായുള്ള ഇടചേരലും അങ്ങനെയുള്ള കാര്യങ്ങളും. അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ശ്രദ്ധ ഇബാദത്ത് മാത്രമാണ്. അതാണ് ഇഅ്തികാഫിൻ്റെ ആത്മാവ്. അതായിരിക്കണം സഹോദരങ്ങളെ നമ്മുടെ ഇഅ്തികാഫും. നമ്മുടെ ഇഅ്തികാഫും അങ്ങനെ ആയിരിക്കണം. മറ്റുള്ള എല്ലാറ്റിൽ നിന്നും വിട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തിൽ നിസ്കാരത്തിലും ദിക്റിലും ദുആയിലും ഒക്കെയായി അങ്ങനെ കഴിഞ്ഞുകൂടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇഅ്തികാഫിന് സമയപരിധിയുണ്ടോ? പണ്ഡിതന്മാർക്കിടയിൽ അനേകം ചർച്ചകളുണ്ട്. ചില ഹദീസുകളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഇഅ്തികാഫ് എന്നത് ചുരുങ്ങിയത് ഒരു രാത്രിയാണ്. ഒരു രാത്രി ആണ് അതിൻ്റെ സമയം. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അല്ല, ഒരു ദിവസമാണ്. എന്നാൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു രാത്രിയാണെന്നോ ഒരു ദിവസമാണെന്നോ അല്ലെങ്കിൽ ഇത്ര സമയമാണെന്നോ ഒരു തെളിവ് വന്നിട്ടില്ല എന്നത് കാരണത്താൽ എത്രയും ചെറിയ സമയം വരെ ഒരാൾക്ക് ഇഅ്തികാഫിൻ്റെ നിയത്തോടുകൂടി പള്ളിയിൽ ഇരുന്നാൽ അതിന് പ്രതിഫലം കിട്ടും എന്നതാണ്. ഒരാൾ പള്ളിയിൽ വന്നിരിക്കാൻ, ഇരിക്കുമ്പോൾ അയാൾ മനസ്സിൽ നിയത്താക്കുകയാണ് ഇഅ്തികാഫ്, പ്രതിഫലം കിട്ടും. ഇഅ്തികാഫിൻ്റെ നിയത്ത് എന്നത് പൊതുവെ എല്ലാ നിയത്തും പോലെ മനസ്സിലാണ്. ചില പള്ളികളിൽ നവൈതുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദ് എന്ന് എഴുതി വെച്ചതായി കാണാം, ഇഅ്തികാഫിൻ്റെ നിയത്ത് എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരു ലഫ്ള് ഹദീസുകളിൽ വന്നതല്ല. നിസ്കാരത്തിനാവട്ടെ നോമ്പിനാവട്ടെ നിയത്ത് ചൊല്ലിപ്പറയുക എന്നത് സ്ഥിരപ്പെട്ടതല്ല. നിയത്ത് ചൊല്ലിപ്പറയേണ്ടതില്ല. നിയത്ത് നമ്മുടെ ഹൃദയത്തിലാണ്, നമ്മുടെ മനസ്സിലാണ്. അന്നീയത്തു എന്ന് പറഞ്ഞാൽ ഇമാം അന്നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ഹുവൽ ഖസ്ദ്, ഉദ്ദേശമാണ്, പറയലല്ല. ഒരാൾ ഉദ്ദേശിക്കലും പറയലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ നിയത്ത് എന്നാൽ അൽ ഖസ്ദ് ആണ്, ഉദ്ദേശിക്കലാണ്. മനസ്സിന്റെ ഉദ്ദേശത്തിനാണ് നിയത്ത് എന്ന് പറയുക. അത് എളുപ്പമാണ്, അള്ളാഹു നമുക്ക് എളുപ്പമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിയത്ത് ഫസാദായി പോകാതെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. നിയത്ത് മനസ്സിലായത് കൊണ്ടാണ് നിയത്തിനെ തകർത്ത് കളയുന്ന റിയാ, സുമഅത്ത് എന്ന കാര്യം നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. എന്താണ് റിയാ എന്ന് പറഞ്ഞാൽ? ലോകമാന്യത, ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക. ആ റിയാ ആരെങ്കിലും പറയോ, ഞാനിത് അയാളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞാലും നിസ്കരിക്കാറില്ല. പിന്നെയോ, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലെ ചിന്ത മാറലാണ്.
അപ്പൊ നീയത്ത് എവിടെയാ? ഇത് മനസ്സിലാണ്. ഉസല്ലി ഫർള ദുഹ്രി 4 റകഅാത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല എന്ന് ഒരാൾ ളുഹറിന് നീയത്ത് വെച്ച് കൈകെട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, അയാൾക്ക് റിയാ കടന്നു വന്നു എന്ന് മനസ്സിലാവുക എപ്പോഴാണ്? അയാളുടെ മനസ്സിലെ ചിന്ത മാറുമ്പോഴാണ്. ഒരാൾ അപ്പുറത്ത് നോക്കാൻ നിസ്കാരം ഭംഗി കൂട്ടുക. സഹാബികൾ പഠിപ്പിച്ചു കൊടുത്താണ്. എന്താണ് റിയാ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞോ, ഞാൻ നിസ്കാരം ഭംഗി കൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ മനസ്സിൽ ഉദ്ദേശം മാറിപ്പോയതാണ്. അതുകൊണ്ട് മനസ്സിലാണ് നിയത്ത് എന്നത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഉദ്ദേശം മാറിപ്പോവാതെ ഇബാദത്തുകൾ ചെയ്യണം. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇഅ്തികാഫിന് നിയത്ത് പൊതുവെ എല്ലാ നിയത്തും പോലെ മനസ്സിലാണ്. നിങ്ങൾ ഈ ഇരിക്കുന്ന ഇരുത്തം ഇഅ്തികാഫിന്റെ ഉദ്ദേശം മനസ്സിലുണ്ടായാൽ പ്രതിഫലം കിട്ടും. എത്രയും ചെറിയ സമയം നമുക്ക് മനസ്സിൽ നിയത്ത് ഉദ്ദേശിക്കാം, ഇഅ്തികാഫ് ഉദ്ദേശിക്കാം, അതിന് പ്രതിഫലം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളും ഇഅ്തികാഫ് ഇരിക്കലാണ് ഉത്തമം. കാരണം 10 ദിവസം ഒരാൾ മസ്ജിദിൽ ഇഅ്തികാഫുമായി കഴിഞ്ഞുകൂടിയാൽ അയാൾക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടുമെന്നത് ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്. അതാണ് അതിൻ്റെ പ്രയോഗം, അതാണ് അതിൻ്റെ പ്രയോജനം. ഇനി ഒരാൾക്ക് രാത്രി മാത്രം വന്നിരിക്കാം, പകല് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് രാത്രി മാത്രം ഇരിക്കാം. അതുപോലെ തന്നെ കുറഞ്ഞ സമയം, ഒരാൾക്ക് അർദ്ധരാത്രിക്ക് ശേഷമാണ് അയാൾ ഫ്രീ ആയത്, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കാം, ആ സമയം ഉപയോഗപ്പെടുത്താം. ഇഅ്തികാഫ് ഈ രൂപത്തിലാണ്. 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ മസ്ജിദിലേക്ക് കയറേണ്ടത് 20ാമത്തെ നോമ്പ് തുറക്കുന്നതിൻ്റെ, സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുന്നേ ആയിരിക്കണം. ഒരാൾ 10 ദിവസം മുഴുവനായി ഇഅ്തികാഫ് ഇരിക്കാൻ ഉദ്ദേശിച്ചു ഒരു പള്ളിയിൽ. ആ ഇഅ്തികാഫ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്ന പള്ളിയിലേക്ക് ഇദ്ദേഹം എപ്പോഴാണ് എത്തേണ്ടത്? 20ന്റെ നോമ്പ് തുറക്കുന്നതിന് മുന്നേ. 20ാമത്തെ നോമ്പിന്റെ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇയാൾ പള്ളിയിൽ ഉണ്ടായിരിക്കണം. അവിടുന്ന് അങ്ങോട്ട് അയാൾ ഇഅ്തികാഫിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. എന്നിട്ട് അവിടുന്ന് പിറ്റേന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവിടത്തേക്ക് പ്രത്യേകമായി ഉണ്ടാക്കി വെച്ച ടെന്റിലേക്ക്, കൂടാരത്തിലേക്ക് അവിടുന്ന് പ്രവേശിക്കും. അപ്പം അങ്ങനെ മസ്ജിദിൽ സൗകര്യമുണ്ടെങ്കിൽ, ചെറിയൊരു സൗകര്യമാണെങ്കിൽ അതിൻ്റെ നടുക്കൊണ്ടിട്ട് ഒരാളൊരു കൂടെട്ടിയാൽ പിന്നെ ബാക്കിയുള്ള ആൾക്ക് ബുദ്ധിമുട്ടാവും. വിശാലമായ സൗകര്യമുണ്ട്, പിന്നിലേക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ആളുകൾക്ക് നിസ്കരിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും ഇബാദത്ത് ചെയ്യാനൊന്നും പ്രയാസമുണ്ടാക്കാത്ത രൂപത്തിൽ ഒരാൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കാം. ടെന്റ് പോലെയുള്ള മറ കെട്ടിയിട്ട് അതിനുള്ളിൽ കയറിയിരിക്കാം. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇരുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു, അതാണ് ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ ഏറ്റവും സുരക്ഷിതത്വം. മറ്റേത് ഓനെയും കാണും, ഇവനെയും കാണും, മറ്റവനൊക്കെ കാണും, വർത്താനം പറയേണ്ടി വരും. ആൾക്കാർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കും, ഇന്ന് സംസാരിക്കും, സമയം പോകും. ഇതാവും അയാൾ അതിൻ്റെ ഉള്ളിലായിരിക്കും. അങ്ങനെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അനുവദനീയമാണ്, അത് നല്ല കാര്യവുമാണ്. കുറേ സമയം കിട്ടും ഒറ്റക്ക്. അതാണ് ഒറ്റക്ക് എന്ന് പറഞ്ഞാൽ. തനിച്ച് ഞാനും എൻ്റെ റബ്ബും, ഒരാളും കാണുന്നില്ല, എനിക്ക് കൈ ഉയർത്തി ദുആ ചെയ്യണം, ഒരാളെ നോക്കേണ്ടതില്ല, ആരെങ്കിലും ഉണ്ടാവോ, എൻ്റെ നിയത്ത് മാറിപ്പോവോ, പേടിക്കേണ്ടതില്ല, ഈ കൂടാരത്തിലായിരിക്കും. ഖുർആൻ പാരായണം ചെയ്യണം, ആരും കാണാനില്ല, ഞാനും എൻ്റെ റബ്ബും. എനിക്ക് കരഞ്ഞ് കലങ്ങി അങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്യാം, ആരും കാണാനില്ല, ഞാനും എൻ്റെ റബ്ബും മാത്രം. ആ രൂപത്തിലുള്ള കാര്യങ്ങൾ സഹോദരങ്ങളെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രത്യേകമായ ഒരു ടെന്റ്
ഒരു ഖൈമ അത് സ്വീകരിച്ചിരുന്നു. അവിടുന്ന് ശനിയാഴ്ച അവിടുന്ന് പിറ്റേ ദിവസം അഥവാ 21 പ്രഭാതത്തിൽ സുബ്ഹ് നിസ്കാരത്തിന് ശേഷമാണ് ആ കൂടാരത്തിൽ കയറാറുണ്ടായിരുന്നത് എന്ന് ഹദീസിൽ കാണാം. അങ്ങനെ സഹോദരങ്ങളെ, ഒരാൾ 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇഅ്തികാഫിന് പള്ളിയിൽ പ്രവേശിച്ചാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട്. അതിലൊന്നാമത്തതാണ് നേരത്തെ സൂചിപ്പിച്ചു വന്നത്. ഇഅ്തികാഫിന്റെ ലക്ഷ്യം അത് മറന്നു പോകരുത്. ഇഅ്തികാഫിന് നമ്മൾ വന്നത് ഇബാദത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ മറ്റുള്ള കഴിഞ്ഞ 20 ദിവസങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഇഅ്തികാഫ് ആവരുത്. ഒരാൾ കഴിഞ്ഞ 20 ദിവസവും നല്ല വൃത്തിയിൽ സമാധാനത്തിൽ വീട്ടിൽ യാതൊരു സംസാര പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞുകൂടിയിട്ടുണ്ടാവും. അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരുന്നതോടുകൂടി ഇയാളുടെ നാവിൻ്റെ എല്ലാ ബ്രേക്കും പൊട്ടും. സംസാരമായി, അങ്ങനെയായി, ആളെക്കുറിച്ച് പറയലായി, ഇപ്പുറത്തായി, ചർച്ചകളായി, ഗീബത്തായി, നമീമത്തായി, ഇങ്ങനെ ഒരാളുടെ മറ്റുള്ള 20 ദിവസങ്ങളും കളങ്കപ്പെടുത്തുന്ന 10 ദിവസമാവരുത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇഅ്തികാഫിന്റെ റൂഹ്, ആത്മാവ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഇഅ്തികാഫ് എന്തിനാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മുടെ ഇബാദത്തുകൾ ശ്രദ്ധിക്കാനും നമ്മുടെ സംസാരവും വാക്കും നമ്മുടെ സമയം, അതാണ് അമൂല്യമായ സമയം, അത് നമ്മൾ മുതലെടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ സഹോദരങ്ങളെ, പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോവുക എന്നത് ഇഅ്തികാഫ് ഇരിക്കുന്ന ഒരാൾക്ക് അത്യാവശ്യങ്ങൾക്ക് മാത്രമേ പാടുള്ളൂ. പണ്ഡിതന്മാർ 3 രൂപത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്തെ രൂപം, എന്തായാലും ഒരാൾക്ക് പുറത്തേക്ക് പോയാലേ പറ്റുള്ളൂ. ഒരാളുടെ പ്രാഥമിക കാര്യങ്ങൾ, ഒരാൾക്ക് ടോയ്ലറ്റിൽ പോകണം, ബാത്റൂമിൽ പോകണം, കുളിക്കണം, ഈ രൂപത്തിൽ മലമൂത്ര വിസർജനങ്ങൾക്കും അതുപോലെ കുളിക്കാനും വുളൂ എടുക്കാനും തിന്നാനും കുടിക്കാനും ഒക്കെ ഒരാൾക്ക് പുറത്തിറങ്ങണം എങ്കിൽ മസ്ജിദിന്റെ പുറത്തേക്ക് അയാൾക്ക് ഇറങ്ങാം. ഇപ്പൊ പഴയ കാലത്തൊക്കെ പള്ളികളിൽ സൗകര്യം, ഇന്നത്തെ പോലെ സൗകര്യം ഉണ്ടാവുകയില്ല. ഒരാൾക്ക് ഈ കാര്യങ്ങൾക്ക് തൻ്റെ വീട്ടിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ ഒരാൾ പോവുകയാണെങ്കിൽ പോയിട്ട് വേഗം തിരിച്ചു വരണം. ഇന്ന് അൽഹംദുലില്ലാ പള്ളിയിൽ തന്നെ സൗകര്യങ്ങളുണ്ട്. അപ്പൊ അതിനുവേണ്ടി പുറത്തിറങ്ങുമ്പോൾ പോലും കുറേ നേരം അവിടെ നിൽക്കരുത്. ഇഅ്തികാഫ് മുറിഞ്ഞു പോകും. ഒരാൾ പുറത്തേക്ക് ഇറങ്ങുക എന്നത് അത്യാവശ്യ കാര്യങ്ങൾക്ക് അനുവദനീയമാണ്. അതാണ് ഒന്നാമത്തെ രൂപം. രണ്ടാമത്തെ രൂപം എന്നത് ചില കാര്യങ്ങൾ, ഇപ്പോൾ രോഗിയെ സന്ദർശിക്കുക, അതുപോലെ ജനാസ അനുഗമിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനു വേണ്ടി അത് ഇബാദത്താണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. പക്ഷെ അയാൾക്കത് നിർബന്ധമുള്ള കാര്യമല്ല. ഇഅ്തികാഫ് ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് പാടില്ല. അയാൾ ഇഅ്തികാഫ് തന്നെ ആയിരിക്കണം. പുറത്തേക്ക് ഇറങ്ങൽ അനുവദനീയമല്ല. ഒരാൾ നേരത്തെ നിബന്ധന വെച്ചു, ഇഅ്തികാഫിന് പ്രവേശിക്കുമ്പോൾ തന്നെ അയാളുടെ മനസ്സിലുള്ള ഒരു നിയത്താണ്, ഇപ്പോൾ രോഗിയുണ്ട് വീട്ടിൽ, അല്ലെങ്കിൽ അയാൾ ശുശ്രൂഷിക്കേണ്ട, അയാൾ ശ്രദ്ധിക്കേണ്ട ആളുകളുണ്ട്, വാപ്പയാവട്ടെ ഉമ്മയാവട്ടെ, അങ്ങനെ ആരെങ്കിലും, അങ്ങനെയുള്ള ആളുകൾ അവരുടെ ആവശ്യം വന്നാൽ പുറത്തേക്ക് പോകണം, വീട്ടിലേക്ക് പോകണം, കാര്യങ്ങൾ ചെയ്യാൻ പോകണം എന്ന ഉദ്ദേശം, എന്ന നിബന്ധന വെച്ചുകൊണ്ടാണ് ഒരാൾ പ്രവേശിക്കുന്നത് എങ്കിൽ അയാൾക്ക് പോകാം. അല്ലാതെ ഒരാൾ ഒഴിഞ്ഞിരിക്കാൻ വരികയാണ്, അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾക്ക് പുറത്തു പോകാൻ പാടുള്ളതല്ല. മൂന്നാമത്തെ ഒരു രൂപം എന്നത് ഇഅ്തികാഫിനെ മുറിച്ചു കളയുന്ന പുറത്തേക്ക് ഇറങ്ങലാണ്. ഇപ്പോൾ വിൽക്കാനും വാങ്ങാനും, കച്ചവട ആവശ്യങ്ങൾ, അതുപോലെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുറത്തു പോകൽ അനുവദനീയമല്ല. ഇതൊന്നും പറ്റൂല. ഒരാൾ പരിപൂർണമായി ഇഅ്തികാഫ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഇതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ പകല് ജോലിയുള്ള ആളാണ്, രാത്രി അയാൾ വന്നിരിക്കുന്നു, രാത്രി ഇരിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം.
പകല് സുബഹി കഴിഞ്ഞാൽ അയാളുടെ സമയം എത്തിയാൽ അയാൾക്ക് പോകാം, അയാൾ ജോലി ചെയ്യാം, കച്ചവടം ചെയ്യാം, വീട്ടിലേക്ക് പോകാം, കുളിച്ചു മാറ്റി വരാം, എല്ലാം ചെയ്യാം. ഈ കാര്യങ്ങൾ സഹോദരങ്ങളെ ഇഅ്തികാഫുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കുക. പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്. ഈ വിധിവിലക്കുകൾ ഓർമ്മപ്പെടുത്തിയത് ഇതല്ലാത്തതും ഉണ്ടായേക്കാം. നമ്മൾ അതിനെക്കുറിച്ച് കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണം. സംശയമുള്ള കാര്യങ്ങൾ അത് ദൂരീകരിച്ചുകൊണ്ട് ഉൾക്കാഴ്ചയോടുകൂടി ഇബാദത്തുകൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ഇബാദത്തുകൾ കൊണ്ട് സമൃദ്ധമാക്കിയിരുന്നു. അവിടുന്ന് ചെയ്തിരുന്ന ഒരു മഹത്തായ ഇബാദത്തിനെ കുറിച്ചാണ് ഇത്രയും നേരം പറഞ്ഞത്. എന്താണത്? അൽ ഇഅ്തികാഫ് എന്ന കാര്യം. ആ ഇഅ്തികാഫിൽ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഇബാദത്തുകളിൽ മുഴുകാനാണ്. അതിനുവേണ്ടി തനിച്ചിരിക്കുക, അതിനുവേണ്ടി ഒറ്റപ്പെട്ടുകൊണ്ട് അങ്ങനെ കഴിച്ചുകൂട്ടുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. ഇഅ്തികാഫിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായി അയാൾക്ക് സംസാരിക്കാനും അതുപോലെ ഭാര്യയുമായി സംസാരിക്കാനും ഒക്കെ അനുവാദമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുമായി സംസാരിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ വീട് പള്ളിയോട് ചേർന്നിട്ടാണ്. നമുക്കറിയാം, ആയിഷ റളിയല്ലാഹു അൻഹക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലായിരിക്കെ അവിടുത്തെ ശിരസ് പുറത്തേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ അവരത് ചീകി വൃത്തിയാക്കി കൊടുക്കും എന്നൊക്കെ ഹദീസിൽ കാണാം. അതൊക്കെ അനുവദനീയമാണ്. അത്തരം കാര്യങ്ങൾ ഇന്ന് നമ്മൾ പ്രാവർത്തികമാക്കാൻ തോന്നിയാൽ പ്രശ്നം ഉണ്ടാവും. ഇപ്പം നടക്കില്ല. അന്നത്തെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് നടന്നിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തേക്ക് തലയിട്ട് കൊടുക്കും. അപ്പോൾ അവർ മുടി ചീകി കൊടുക്കും. നല്ല ഒരു ഭർത്താവായിരുന്നു നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ദാമ്പത്യ ബന്ധം മനോഹരമായിരുന്നു. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇഅ്തികാഫിന് 10 ദിവസം ഇരിക്കുന്ന ഒരാളെ സന്ദർശിക്കാം, വീട്ടുകാർക്ക് വന്ന് സന്ദർശിക്കാം. ഇപ്പോൾ ഭാര്യയ്ക്ക് കാണണം തോന്നിയിട്ടുണ്ടെങ്കിൽ വന്ന് കാണാം, സംസാരിക്കാം. എന്നാൽ പരിധി വിടുന്ന അവസ്ഥയിലേക്ക് എത്തരുത്. ആ നേരത്തെ പറഞ്ഞ ലൈംഗിക ബന്ധത്തിൽ ജിമാഇലേക്ക്, ആ രൂപത്തിലേക്ക് എത്തരുത്. ഇഅ്തികാഫിന് പൊളിച്ചാളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിന് ഇരിക്കുമ്പോൾ സഫിയ റളിയല്ലാഹു അൻഹ അവർ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരിക്കും, സംസാരിക്കും. അങ്ങനെ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കും. കൂടെ മസ്ജിദിൻ്റെ വാതിൽ വരെ അവിടുന്ന് പോകുമായിരുന്നു. ഇങ്ങനെയൊക്കെ കാണാം. അപ്പം അവിടുന്ന് കുടുംബവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറിയിരുന്നു എന്ന് കാണാം. ഇതൊക്കെ അതിലേക്കും കൂടിയുള്ള ഒരു സൂചനയാണ്. റമദാനായാലും ഇഅ്തികാഫിലായാലും ഒക്കെ നമ്മൾ നമ്മുടെ സ്വഭാവവും നമ്മുടെ കുടുംബത്തോടുള്ള നല്ല ബന്ധവും ഒക്കെ അവിടെ ഉണ്ട്. ഇതൊന്നും നേരത്തെ പറഞ്ഞതിനെതിരല്ല. ദുനിയാവിൻ്റെ കാര്യമൊക്കെ വിട്ടിട്ട് ഇബാദത്തിന് മാത്രം ഒഴിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞതിൽ പെട്ടത് തന്നെയാണ് ഈ പറഞ്ഞതും. അതിന് എതിരല്ല ഇത്. എന്നാൽ പരിധി വിട്ട ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇഅ്തികാഫിലില്ല എന്നത് മാത്രം. രണ്ടാണ്. അത് വേർതിരിച്ച് മനസ്സിലാക്കണം. അവിടുന്ന് നല്ല ഒരു ഭർത്താവായിരുന്നു, നല്ല സ്വഭാവത്തിൽ അവിടുന്ന് പെരുമാറാറുണ്ടായിരുന്നു എന്നതൊക്കെ സഹോദരങ്ങളെ ഈ ഇഅ്തികാഫുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. റമദാനായാൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ സ്വഭാവം നന്നാക്കണം. നോമ്പായിക്കാനാ പിന്നെ നമ്മുടെ സ്വഭാവം മാറിപ്പോകരുത്. സ്ത്രീകളോട്, ഭാര്യമാരോട് നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറണം എല്ലാ കാലത്തും. അത് റമദാനിലാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ സ്ത്രീകളോട് നല്ല രൂപത്തിൽ പെരുമാറാൻ നമ്മൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അനേകം മാതൃക ആ വിഷയത്തിൽ നമുക്കുണ്ട്. സഹോദരങ്ങളെ, ഈ ഇഅ്തികാഫിൻ്റെ ഉദ്ദേശം പറഞ്ഞു ഇബാദത്താണ്. ആ 10 ദിവസത്തെ അല്ലെങ്കിൽ റമദാനിലുള്ള ഇഅ്തികാഫുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റാണ് ഈ റമദാനും നമ്മുടെ ജീവിതവും നമ്മുടെ ആയുസ്സും മൊത്തം മുതലെടുക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരൊറ്റ രാത്രി. അത് കിട്ടാനാണ് ഈ പറഞ്ഞ പരിശ്രമങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിരുന്നത്. അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.
ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി എന്നത് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് പ്രത്യേകത നൽകും, അവൻ തിരഞ്ഞെടുക്കും. മറ്റുള്ള മാസങ്ങളിൽ നിന്ന് അല്ലാഹു റമളാൻ മാസത്തെ തിരഞ്ഞെടുത്തു. ദിവസങ്ങളിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ചയെ തിരഞ്ഞെടുത്തു. മനുഷ്യരിൽ വെച്ച് അല്ലാഹു നബിമാരെ തിരഞ്ഞെടുത്തു. ആ നബിമാരിൽ റസൂലുമാരെ തിരഞ്ഞെടുത്തു. അവരിൽ 5 പേരെ ഉലുൽ അസ്മുകളായി തിരഞ്ഞെടുത്തു. ഇങ്ങനെ അല്ലാഹു വ്യക്തികളെ, സമയങ്ങളെ, പ്രത്യേക സ്ഥലങ്ങളെ അല്ലാഹു തിരഞ്ഞെടുക്കും. വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. നിന്റെ റബ്ബ് അവരുദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തിരഞ്ഞെടുത്ത ഒരു ദിവസമാണ് സഹോദരങ്ങളെ ലൈലത്തുൽ ഖദ്ർ എന്ന ദിവസം, എന്ന രാത്രി. ആ രാത്രിയുടെ പ്രത്യേകത അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. വിശുദ്ധ ഖുർആൻ അല്ലാഹു അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്ത രാത്രിയാണ്. ആ രാത്രിയെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത് ലൈലത്തുൻ മുബാറക, അനുഗ്രഹീതമായ രാത്രിയിൽ നാം അതിനെ ഇറക്കിയിരിക്കുന്നു. അല്ലാഹു പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ സൂറത്തുണ്ട്, സൂറത്തുൽ ഖദ്ർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. തീർച്ചയായും നാം വിശുദ്ധ ഖുർആനിനെ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലാണ് അവതരിപ്പിച്ചത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. എന്താണ് ലൈലത്തുൽ ഖദ്ർ എന്ന് നിനക്കറിയുമോ? ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ഷഹർ. ലൈലത്തുൽ ഖദ്ർ എന്നാൽ 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ ഒരു രാത്രിയാണ്. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ആ രാത്രിയിൽ റൂഹും അഥവാ മലക്ക് ജിബ്രീലും മറ്റുള്ള മലക്കുകളും തങ്ങളുടെ റബ്ബിൻ്റെ കൽപ്പന പ്രകാരം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ആ രാത്രി അതിൻ്റെ പിറ്റേത്ത പ്രഭാതം ഫജ്ർ ഉദിക്കുന്നത് വരേക്കും സമാധാനമായിരിക്കും. ഇതാണ് സഹോദരങ്ങളെ ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രിയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ആ രാത്രി വിശുദ്ധ ഖുർആൻ അവതീർണമായ രാത്രിയാണ്. ആ രാത്രി അനുഗ്രഹീതമായ രാത്രിയാണ്. ആ രാത്രിയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഖൈറുൻ മിൻ അൽഫി ഷഹർ. 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ ഒരു രാത്രി. സഹോദരങ്ങളെ, 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ ഒരു രാത്രി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എത്രയാണ് 1000 മാസങ്ങൾ എന്ന് പറഞ്ഞാൽ? ഏതാണ്ട് 83 വർഷങ്ങളും ചില്ലറ മാസങ്ങളുമാണ് 1000 മാസങ്ങൾ എന്ന് പറഞ്ഞാൽ. 83 വർഷങ്ങൾ ഒരാൾ ജീവിച്ചാൽ അയാൾക്ക് ചെയ്യാൻ സാധിക്കാത്ത അത്രയും ഒരു രാത്രിയിൽ ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കും. ഒരൊറ്റ രാത്രി, ഒരു ദിവസമൊന്നുമില്ല, ഒരു രാത്രിയേ ഉള്ളൂ. ആ രാത്രി ഒരാൾക്ക് കിട്ടിയാൽ സഹോദരങ്ങളെ 83 വർഷങ്ങൾ, 84ഓളം വർഷങ്ങൾ ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് അയാൾ നേടിയെടുക്കുന്നത്. ചെറിയ കാര്യമാണോ? എത്ര വലിയ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ഷഹർ. പരിശുദ്ധ റമളാനിൽ ഒരു രാത്രി ഉണ്ട്, ആ രാത്രി 1000 മാസങ്ങളെക്കാൾ ഉത്തമമാണ്. മൻഹുരിമഹ, ആർക്കെങ്കിലും ആ രാത്രി തടയപ്പെട്ടാൽ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലഹു, അവന് എല്ലാ നന്മകളും തടയപ്പെട്ടിരിക്കുന്നു. എല്ലാ നന്മകളും തടയപ്പെട്ട ദൗർഭാഗ്യവാനായിരിക്കും ആ രാത്രി തടയപ്പെട്ടവൻ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു,
വലാ യുഹ്റമു ഖൈറഹാ ഇല്ലാ മഹ്റൂം. മഹ്റൂമായ നന്മകൾ തടയപ്പെട്ടവനായ ഭാഗ്യം കെട്ടുപോയ ഒരുവനല്ലാതെ ആ നന്മ തടയപ്പെടുകയില്ല. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി കിട്ടിയാൽ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ ഫതൂബ, അയാൾക്ക് മംഗളം, രക്ഷപ്പെട്ടിരിക്കുന്നു, അയാൾ ഭാഗ്യം ചെയ്തിരിക്കുന്നു. കാരണം ഒരു ആയുസ് മുഴുവനും പണിയെടുത്താലും കിട്ടാത്തതാണ് ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടുന്നത്. അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നേടിയെടുത്ത ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ആർക്കെങ്കിലും അത് തടയപ്പെട്ടാൽ സഹോദരങ്ങളെ, അയാൾ മഹ്റൂമാണ്. തടയപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത്, ഈ അനുഗ്രഹീതമായ രാത്രി അത് നമ്മൾ അങ്ങാടികളിലും വെറുതെ സ്വറമറിഞ്ഞിരുന്നുകൊണ്ടും ഉറങ്ങിയും കളിച്ചും ചിരിച്ചും രസിച്ചും തീർത്തു പോകരുത്. പിന്നെ കിട്ടുകയില്ല. നഷ്ടപ്പെട്ടാൽ പിന്നെ കിട്ടുകയില്ല. നമ്മുടെ സമയം എപ്രകാരം നമുക്ക് കിട്ടുകയില്ല എന്നതുപോലെ തന്നെയാണ് ലൈലത്തുൽ ഖദ്റും. നഷ്ടപ്പെട്ടാൽ പിന്നെ അത് കിട്ടുകയില്ല. മാത്രമല്ല അടുത്ത റമദാനിൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് നിവൃത്തിയുമില്ല. നമ്മുടെ ആയുസ് അതിന്റെ മുന്നേ പൂർത്തീകരിക്കപ്പെട്ടു പോയാലോ അറിയില്ല. ഏതായാലും ഈ വർഷം കഴിഞ്ഞ് അടുത്ത വർഷം നോക്കാം എന്ന് നിർബന്ധത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പരിശോധിച്ചു നോക്കിയാൽ കഴിഞ്ഞ റമദാനിലൊക്കെ കണ്ട ഒരുപാട് മുഖങ്ങൾ ഇന്ന് നമ്മുടെ കൂടെയില്ല. അറിഞ്ഞവരുണ്ടാവും, അറിയാത്തവരുണ്ടാകും. ഒരുപാട് ആളുകൾ കഴിഞ്ഞ കൊല്ലം നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ടാകും. ഇത്തവണ പലരുമില്ല. അവരൊക്കെ അവരുടെ കർമ്മങ്ങളുമായി 6 അടി മണ്ണിലേക്ക് ഖബറിലേക്ക് പോയിരിക്കുന്നു. അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി പോയിരിക്കുന്നു. അടുത്ത റമദാനിലും നമ്മൾ ഉണ്ടാവോ അറിയില്ല. വന്നു കിട്ടുമോ നമുക്കറിയില്ല. അതുകൊണ്ട് നേരെ പുലർന്നാൽ വൈകുന്നേരത്തെ നീ പ്രതീക്ഷിക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വൈകുന്നേരമായാൽ പിറ്റേന്ന് പ്രഭാതമായി തീരാൻ പ്രതീക്ഷിക്കരുത് എന്നാണ്. നമ്മൾ 10 കൊല്ലല്ല 100 കൊല്ലം അപ്പുറത്തേക്കുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോഴുണ്ടാവുക. നമ്മളൊക്കെ പണ്ടേ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം. പേരക്കുട്ടികൾക്ക് എങ്ങനെ വീടെടുക്കണം എന്നതുപോലും ഇപ്പൊ ഇരുന്ന് ആലോചിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. എന്നാൽ സഹോദരങ്ങളെ, പ്രതീക്ഷിക്കാനുള്ള നിവൃത്തിയുണ്ടോ? ഇല്ല. സമയം ഇത്ര വേഗത്തിലാണ് പോകുന്നത്. തുടക്കത്തിൽ പറഞ്ഞില്ലേ, പരിശുദ്ധ റമദാൻ എത്ര വേഗത്തിലാണ് പോയത്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തീരും. പിന്നെയും പഴയതുപോലെ സാധാരണ ദിവസങ്ങളായി. ഇന്നലകളിലെ ചെറിയ കുട്ടികളായിരുന്നു നമ്മൾ. വലുതായി, താടി രോഗങ്ങൾ വന്നു, വലിയ ആൾക്കാരായി. ഇന്നലകളിലെ നമ്മളെ പോലുള്ള യുവാക്കളായിരുന്നു ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യരായ പ്രായം ചെന്ന ആളുകൾ. നോക്കൂ, അവരുടെ താടികൾ നരച്ചിരിക്കുന്നു, തലമുടി നരച്ചിരിക്കുന്നു. നാളെ അള്ളാഹു ആയുസ് തന്നാൽ ഇവിടെ ഈ രൂപത്തിലായിരിക്കും. എത്ര വേഗത്തിലാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞു പോകുന്നത്, എത്ര വേഗത്തിലാണ് സമയം തീർന്നു പോകുന്നത് എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അത് തടയപ്പെട്ടാൽ എല്ലാ നന്മകളും തടയപ്പെട്ടിരിക്കും. അത് തടയപ്പെടുന്നവൻ ഭാഗ്യപ്പെട്ടവനല്ലാതെ തടയപ്പെടുകയില്ല. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രി ഒരുപാട് പ്രത്യേകതകളുള്ള രാത്രിയാണ്. അല്ലാഹു ആ രാത്രിയിൽ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. യുക്തിപൂർണമായ എല്ലാ കാര്യങ്ങളും അന്നാണ് വേർതിരിക്കപ്പെടുക. അഥവാ അന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ നേരത്തെ തീരുമാനിച്ചു വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിന്റെ ഖദർ, ഒരു വർഷത്തെ ഖദർ തീരുമാനങ്ങൾ, അതുമായിട്ടാണ് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുക. ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുന്നേ അള്ളാഹു എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തെ കാര്യങ്ങളുമായിട്ടാണ് ഓരോ വർഷവും ഈ ദിവസത്തിൽ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുക. ഒരു വർഷത്തെ കാര്യങ്ങൾ എന്തൊക്കെ നടക്കും, എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും, നമ്മുടെ ഉപജീവനം, നമ്മുടെ ആയുസ്, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ മറ്റു കാര്യങ്ങൾ ഒക്കെ അല്ലാഹു നേരത്തെ തീരുമാനിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തെ കാര്യങ്ങളുമായിട്ടാണ് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരിക. ഒരു കൊല്ലത്തെ കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കുന്ന ആ രാത്രി, സഹോദരങ്ങളെ, ആ രാത്രി അല്ലാഹു പറഞ്ഞു, മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉൾപ്പെടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. മലക്കുകൾ കൊണ്ട് നിറഞ്ഞ അവസ്ഥയിലായിരിക്കും ഭൂമി ഉണ്ടാവുക. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയെ കുറിച്ച്, ആ രാവിനെ കുറിച്ച്, അതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അന്ന് നിർഭയത്വം ഉണ്ടാകും, ആകെ ഒരു ശാന്തത ഉണ്ടാകും. ഇത് പറയുമ്പോൾ ഇത്തികാഫിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇടക്കിടക്ക് പോയിട്ട് നോക്കും, ഇന്നായിരിക്കോ, ഇന്നൊരു നിർഭയത്വം കാണുന്നുണ്ടല്ലോ എന്ന് നമ്മൾ അഭിപ്രായപ്പെടും. ആ അഭിപ്രായപ്പെടുന്ന സമയം കൊണ്ടിരുന്ന ഇബാദത്ത് ചെയ്താൽ അന്നാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അഭിപ്രായം പറഞ്ഞ സമയങ്ങളായിരുന്നു ആയാലും അന്നല്ല പിറ്റേ ദിവസം ആയാലും അൽഹംദുലില്ലാ നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടും. പക്ഷേ അവിടെ ചെലവഴിച്ച സമയം അത് നമുക്ക് നഷ്ടമാണ്. ആ സമയം ഇവിടെ ഇരുന്ന് ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ, ഒരു പേജ് ഖുർആൻ ഓതിയാൽ 83 വർഷവും ചില്ലറ മാസങ്ങളും ചെയ്ത പ്രതിഫലം കിട്ടും. അവിടെ നിന്ന് നമ്മൾ ഉലങ്കശമായ ചർച്ച ചെയ്തു. മലക്കൾ ഇങ്ങനെ ഇറങ്ങി വന്നൊരു അവസ്ഥ ഉണ്ടല്ലോ. എല്ലാ രാത്രി നമ്മൾ പോയി നോക്കിയാൽ അവർ നിർഭയത്തുണ്ടാവും. അത് നട്ടപ്പാതിരൊക്കെ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും. പ്രത്യേകിച്ച് വാഹനങ്ങളൊന്നും പോകാത്ത സ്ഥലത്ത് എപ്പോഴും ഒരു നിർഭയത്വ അന്തരീക്ഷം ഉണ്ടാവും. അത് ലൈലത്തുൽ ഖദ്ർ ആയതുകൊണ്ടായിരിക്കണം എന്നില്ല. അത് പറഞ്ഞ നമ്മുടെ സമയം കഴിച്ചു കൂട്ടരുത് എന്നാണ് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ഭൂമിയിൽ ഈ പറഞ്ഞ നിർഭയത്വം ഉണ്ടാകും. അത് സത്യവിശ്വാസികൾക്ക് ഒരുപക്ഷെ അനുഭവിച്ചറിയാനും സാധിച്ചേക്കാം. അതുപോലെ തന്നെ പിറ്റേന്ന് പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ അതിന്റെ ആ ഒരു പ്രഭ അതുണ്ടാവുകയില്ല, ആ ഒരു നോക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയില്ല. എല്ലാ രാവിലെയും രാത്രിയും പരിശോധിച്ച് നോക്കിയാൽ ചിലപ്പോൾ ഏകദേശം എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ തന്നെ തോന്നിപ്പോകും. അത് നമ്മൾ കാര്യമാക്കേണ്ടതില്ല. ഇബാദത്തുകളുമായി മുന്നേറുക. അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ആ രാത്രി മലക്കുകൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും ഭൂമി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, സലാമുൻ, സമാധാനം. നേരത്തെ പറഞ്ഞ കാര്യം, സമാധാനമായിരിക്കും ഫജ്ർ ഉദിക്കുന്നത് വരെ. ആ സമാധാന അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് റബ്ബിനെ ഇബാദത്ത് ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓരോ രാത്രിയിലും നമ്മൾ പരിശ്രമിക്കുക. ഓരോ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതു രാത്രിയാണ് നിശ്ചയിച്ചത് എന്ന് നമുക്കറിയില്ല. സഹാബികളിൽ ചിലർ സ്വപ്നം കണ്ടിരിക്കുന്നു ലൈലത്തുൽ ഖദ്ർ അത് അവസാനത്തെ 7 ദിവസങ്ങളിലാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നതും എന്നിട്ട് അവിടുത്തോട് പറഞ്ഞതുമൊക്കെ ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദ്ർ അവസാനത്തെ 10 ദിവസങ്ങളിൽ മുഴുവനും പ്രതീക്ഷിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞു, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ. റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയെ പ്രതീക്ഷിക്കുക. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. ഈ ഹദീസിൽ അവസാനത്തെ 10 ദിവസങ്ങൾ മുഴുവനും പ്രയത്നിക്കാൻ പറഞ്ഞു. വേറെ ചില റിവായത്തിൽ കാണാം, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്ർ. ഒറ്റയിട്ട രാത്രിയിൽ ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ പ്രതീക്ഷിക്കുക. വേറെ ചില ഹദീസിൽ നമുക്ക് കാണാം,
ഇൽതമിസൂഹാ ഫിൽ അശ്രിൽ അവാഖിർ മിൻ റമളാൻ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയെ, റമളാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക, അന്വേഷിക്കുക. ഫീ താസിഅത്തിൻ തബ്ഖാ, 9 ബാക്കിയുണ്ടാകുമ്പോൾ. ഫീ സാബിഅത്തിൻ തബ്ഖാ, 7 ബാക്കിയുണ്ടാകുമ്പോൾ. ഫീ ഖാമിസത്തിൻ തബ്ഖാ, 5 ബാക്കിയുണ്ടാകുമ്പോൾ. ഈ ഹദീസുകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിലും നമ്മൾ പ്രതീക്ഷിക്കണം. എന്നാൽ ഒറ്റയിട്ട രാവുകൾക്ക് പ്രത്യേകം പ്രതീക്ഷിക്കാനുള്ള വകുപ്പുണ്ട്. അതോടൊപ്പം ഇരട്ട ഉള്ള ദിവസങ്ങളിലും ലൈലത്തുൽ ഖദ്ർ വന്നേക്കാം. അതാണ് അവസാനം വായിച്ച ഹദീസ്. 9 ബാക്കി ഉണ്ടാകുമ്പോൾ, 9 ദിവസം ബാക്കി ഉണ്ടാകുമ്പോൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാൻ പറഞ്ഞു. അപ്പൊ ഏതായിരിക്കും? ഇരട്ടുള്ള ദിവസമാണ്, ഇരട്ടയാകുന്ന ദിവസമാണ്. അങ്ങനെ ഇരട്ടയാകുന്ന, അഥവാ 21-ന്റെ രാത്രി, 23-ന്റെ രാത്രി, 25-ന്റെ രാത്രി, 27-ന്റെ രാത്രി, 29-ന്റെ രാത്രി, ഇതാണ് ഒറ്റയിട്ട രാവുകൾ. എന്നാൽ ബാക്കിയുള്ള രാത്രികളിലും നമ്മൾ പരിശ്രമിക്കണം എന്നതാണ് മൊത്തത്തിൽ ഹദീസുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞതുപോലെ ഈ അത്തിക്കാവിൽ വരുമ്പോൾ ഒറ്റയിട്ട രാവ് മാത്രം നോക്കി വരണ്ട, ഇരട്ടയിട്ട രാവിലും വന്നോളൂ, വരണം. അപ്പോഴാണ് 10 ദിവസങ്ങളിലും നമുക്ക് പരിശ്രമിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി എപ്പോഴാണ് എന്ന് നമുക്ക് മറച്ചു വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് മറന്നുപോയി, അവിടുത്തെ അല്ലാഹു മറപ്പിച്ചു കളഞ്ഞു. പക്ഷേ അവിടുത്തേക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്ത അടയാളമായ പിറ്റേന്ന് പ്രഭാതത്തിൽ വെള്ളത്തിലും മണ്ണിലുമായി സുജൂദ് ചെയ്യും എന്ന അടയാളം അവിടുന്ന് മറന്നിട്ടില്ല, ഓർമ്മയുണ്ടായിരുന്നു. സ്വഹാബികൾ പറഞ്ഞു അത് ഒരു 23-ന്റെ രാത്രിയിലായിരുന്നു. അതുപോലെ തന്നെ 27-ന്റെ രാത്രി, അത് പ്രത്യേകം പ്രതീക്ഷിക്കാവുന്നതാണ്, പ്രതീക്ഷിക്കേണ്ടതാണ് എന്നൊക്കെ സ്വഹാബികളിൽ നിന്ന് നമുക്ക് കാണാം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കത് മറച്ചു വെച്ചതാണ്. കൃത്യമായി ഇന്ന ഒരു ദിവസം ആണ് എന്ന് അറിയിച്ചു തന്നിട്ടില്ല. അത് യഥാർത്ഥത്തിൽ നമുക്ക് ഖൈറാണോ അല്ല നമുക്ക് പ്രയാസമാണോ? അല്ലാഹു അറിയിച്ച് തരുന്നതാണോ നല്ലത്, അല്ല തരാത്തതാണോ? ഏതായിരിക്കും? ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് അല്ലാഹു അറിയിച്ചു തരുന്നതാണോ നല്ലത്, അല്ല എല്ലാ ദിവസങ്ങളും പരിശ്രമിച്ചോളൂ എന്ന് പറയലാണോ? ഏതാണ് നല്ലത്? ഏതായിരിക്കും? പ്രത്യേക അറിയിച്ചെടുത്ത വന്ന് പണിയെടുത്താൽ പോലെ. പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹു അറിയിച്ച് തരാതിരിക്കലാണ് നല്ലത്. അതാണ് നമുക്ക് ഖൈറായിട്ടുള്ളത്. കാരണം അങ്ങനെ ആകുമ്പോൾ 10 ദിവസങ്ങളും ഒരാൾ പരിശ്രമിക്കും. 10 ദിവസങ്ങളിലും അവസാനത്തെ 10-ൽ പരിശ്രമിച്ചാൽ ദുനിയാവിന്റെ കാര്യത്തിൽ പരിശ്രമിക്കുന്നത് പോലെയല്ല. നമ്മളോട് ഒരാൾ പറയാം, കാസർഗോഡ് ടൗണിൽ എല്ലാ ദിവസവും വന്ന് നിന്നാൽ 10 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിനക്ക് ഇന്ന ഒരു സമ്മാനം അല്ലെങ്കിൽ ഒരു നിധി ഞാൻ തരും എന്ന് പറഞ്ഞിട്ട് 10 ദിവസം നമ്മൾ പോയാലും അതിൽ ഏതെങ്കിലും ഒരു ദിവസം കിട്ടും. ബാക്കി 9 ദിവസം പോയത് വെറുതെ പോയതാണ്. പോയത് കൊണ്ട് നടന്നിട്ടാ പോയതെങ്കിൽ ആ നടത്ത നഷ്ടം, വാഹനത്തിലാണെങ്കിൽ ആ സമയവും പെട്രോളും നഷ്ടം, ഒറ്റ ദിവസം കിട്ടിയിട്ടുള്ളൂ. എന്നാൽ സഹോദരങ്ങളെ, അവസാനത്തെ 10 ദിവസങ്ങൾ മുഴുവനും ഇബാദത്തിന് വേണ്ടി പരിശ്രമിച്ചാൽ കിട്ടിയ ദിവസം കിട്ടും, ബാക്കിയുള്ള 9 ദിവസം കിട്ടും. അതാണ് അതിന്റെ പ്രത്യേകത. ദുനിയാവും ആഖിറവും തമ്മിലുള്ള വ്യത്യാസമില്ല. ദുനിയാവ് ബാക്കിയുള്ള ദിവസം പോയതാണ്, ഒരു ദിവസം കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ആഖിറം എന്നത്
പ്രവർത്തിച്ച എല്ലാ ദിവസവും പ്രതിഫലം കിട്ടും. 10 ദിവസം ഒരാൾ പരിശ്രമിച്ചാൽ 10 ദിവസത്തതും അതിനോട് ചേർത്ത് വന്ന അവസാനത്തെ ഈ 10 അള്ളാഹു നിശ്ചയിച്ച ലൈലത്തുൽ ഖദ്റും എല്ലാം കൂടി ഒരുമിച്ച് നേടിയെടുക്കാൻ ഒരു സത്യവിശ്വാസിക്ക് സാധിക്കും. അള്ളാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും. സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദ്ർ എല്ലാ വർഷവും മാറിക്കൊണ്ടിരിക്കും എന്നതാണ് പണ്ഡിതന്മാർ ഹദീസുകളുടെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും ഒരു രാത്രി ആയിരിക്കണം എന്നില്ല. വർഷാവർഷം ചിലപ്പോ ഒരു ദിവസമായിരിക്കാം, ചിലപ്പോ മാറിയേക്കാം. നമ്മുടെ നാട്ടിൽ സാധാരണ 27 രാത്രി ലൈലത്തുൽ ഖദ്റായിട്ട് പ്രഖ്യാപിക്കും. അന്ന് ഭയങ്കര കുട്ടികളെ കൊണ്ടൊക്കെ നോമ്പെടുപ്പിക്കും. ചെറുപ്പത്തിലേക്ക് നമ്മളെ കൊണ്ട് പഠിപ്പിക്കാറുണ്ട്. 27 കഴിഞ്ഞാൽ അതോടുകൂടി റമദാൻ കഴിഞ്ഞു, പിന്നെ എല്ലാം കിട്ടി എന്ന മട്ടിലാണ്. അങ്ങനെയല്ല, അവസാനത്തെ 30 ഉണ്ടെങ്കിൽ ആ 30ന്റെ രാത്രിയിലും സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധയിലായി പോകരുത്. നേരത്തെ സൂചിപ്പിച്ച കുതിര നമ്മളെക്കാൾ ബുദ്ധിമാനായി പോകരുത്. പണ്ഡിതന്മാർ പറഞ്ഞതാണ്. അവസാനത്തെ ദിവസം ചിലപ്പോ ഒക്കെ പൊളിക്കും. ഇത്രയും ദിവസം എത്തിക്കാൻ വരുന്നത് 30 ഉണ്ടെങ്കിലും അന്ന് രാത്രി ഫുള്ള് സംസാരിക്കും. അന്ന് രാത്രി മുഴുവൻ ചിലപ്പോൾ വർത്താനായിരിക്കും. അന്ന് രാത്രി ചിലപ്പോൾ നമ്മൾ അശ്രദ്ധയിലായി പോകും. പാടില്ല. ശവ്വാലിന്റെ മാസപ്പിറവി കാണുന്നത് വരെ, അല്ലെങ്കിൽ 30 പൂർത്തിയാക്കി ശവ്വാലിലേക്ക് പുറത്തേക്ക് ഇറങ്ങുന്നത് വരെ അവസാനത്തെ 10 മുഴുവനും പരിശ്രമിക്കുന്നവരായിരിക്കണം. ഇത് പറയാൻ പ്രസംഗിച്ചു പോകാനൊക്കെ വളരെ എളുപ്പമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കലാണ് സഹോദരങ്ങളെ. അതിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഓരോരുത്തരും, സഹോദരങ്ങളും സഹോദരിമാരും, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലൈലത്തുൽ ഖദ്റിന്റെ രാവിനെ പ്രതീക്ഷിക്കുമ്പോൾ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ നമുക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അറഅയ്ത ഇൻ വാഫഖ്തു ലൈലത്തുൽ ഖദ്രി മാ അദ്ഉ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി എനിക്ക് യോജിച്ചു വന്നാൽ നബിയെ ഞാൻ എന്താണ് ദുആ ചെയ്യേണ്ടത്? അങ്ങ് പറഞ്ഞു തന്നാൽ. അവിടുന്ന് പറഞ്ഞു, തഖൂലി, നീ ഇങ്ങനെ പറയുക, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫൂൻ, തീർച്ചയായും നീ അഫൂവൻ. അൽ അഫൂ എന്നത് അല്ലാഹുവിന്റെ നാമമാണ്. അഥവാ അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്, വിട്ടുപുറത്തു മാപ്പാക്കി നൽകുന്നവരാണ് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹുവേ, നീ അഫൂവാണ്, നീ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുന്നവരാണ്. തുഹിബ്ബുൽ അഫ്വ, മാത്രമല്ല നീ വിട്ടുപുറത്ത് മാപ്പാക്കുക എന്നത് ഇഷ്ടപ്പെടുന്നവരുമാണ്, നിനക്കത് ഇഷ്ടമാണ്. ഫഅഫു അന്നി, അല്ലാഹുവേ, നീ എനിക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണേ. ഈ പ്രാർത്ഥന സഹോദരങ്ങളെ അവസാനത്തെ 10 ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ ദുആ ചെയ്യേണ്ടതാണ്. നമ്മുടെ ദുആഇന്റെ അവസരങ്ങളിൽ റമളാൻ എന്നത് ശഹ്റു ദുആ, ദുആഇന്റെ മാസം കൂടിയാണ്. നോമ്പിന്റെ ആയത്തുകൾക്കിടയിൽ അല്ലാഹു പറഞ്ഞ ആയത്ത് നമുക്ക് സുപരിചിതമാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപത്ത് തന്നെയുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ, വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ, വിളിച്ചു തേടുന്നവൻ എന്നോട് ദുആ ചെയ്താൽ ഉത്തരം നൽകാൻ 7 ആകാശങ്ങൾക്ക് മുകളിലുള്ള അർശിന് മീതെയുള്ള നമ്മുടെ റബ്ബ് അവന്റെ അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും നമ്മുടെ സമീപത്താണ്. വിളിച്ചു തേടുന്നവന്, പ്രാർത്ഥിക്കുന്നവന് ഉത്തരം നൽകാൻ അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ സമീപത്തുണ്ട്. അവൻ 7 ആകാശങ്ങൾക്ക് മുകളിലാണെങ്കിലും അവന്റെ അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ അഫൂവാണ്. സഹോദരങ്ങളെ, വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവരാണ്, വിട്ടുവീഴ്ചയുള്ളവരാണ്.
നോക്കൂ, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനി സയ്യിആത്ത് വയഅലമു മാ തഫ്അലൂൻ. അല്ലാഹു അവരാകുന്നു തൗബ, അടിമകളുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ. എന്നിട്ട് അവരുടെ തെറ്റുകൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുന്നു, വിട്ടുവീഴ്ച നൽകുന്നു. അവർ പ്രവർത്തിക്കുന്നത് അല്ലാഹു അറിയുന്നവനാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലാഹു അറിയുന്നു. സഹോദരങ്ങളെ നോക്കൂ, അല്ലാഹുവിന്റെ കാര്യം, അല്ലാഹു അഫ്വാണ്. അല്ലാഹു വിട്ടുവീഴ്ചയുള്ളവരാണ്. അവൻ ആ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നു. മനുഷ്യരെ പോലെയല്ല, സൃഷ്ടികളെ പോലെയല്ല. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മുടെ മക്കളെക്കാൾ, നമ്മുടെ ഭാര്യയേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്നേഹിക്കുന്നു. നമ്മോട് കാരുണ്യമുള്ളവരാണ് അവൻ. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, അല്ലാഹുവിനെ ഒരടിമ ധിക്കരിക്കുന്നു. ആരാണ് ധിക്കരിക്കുന്നത്? അല്ലാഹുവിനെ. അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നു. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല ആ ധിക്കരിച്ച അടിമക്ക് തൗബക്കുള്ള വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. വഹുവല്ലദീ യഖ്ബലു തൗബ, അവനാകുന്നു തൗബ, പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ, അൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ നിന്നും. അടിമകൾ എത്ര തെറ്റു ചെയ്താലും അല്ലാഹു അവർക്ക് അവന്റെ വാതിൽ, തൗബയുടെ വാതിൽ കുട്ടിയടക്കുന്നില്ല. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ അല്ലാഹു അവസരം കൊടുത്തിരിക്കുന്നു. അല്ലാഹുവിനെ അല്ലാത്ത ആളുകളെ ആരാധിക്കുന്ന, ശിർക്ക് ചെയ്യുന്നവരാവട്ടെ, നിരീശ്വരവാദിയാവട്ടെ, എത്ര ഹറാമുകളിൽ മുഴുകി ജീവിച്ചവരാവട്ടെ, അല്ലാഹു അവന് തൗബയുടെ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. മരിക്കുന്നതിന് മുന്നേ, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുന്നേ തൗബ ചെയ്ത് മടങ്ങാൻ അല്ലാഹു അവസരം നൽകിയിരിക്കുന്നു. അല്ലാഹു അഫ്വാണ് സഹോദരങ്ങളെ. അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനുള്ള സമയമാണ്. അല്ലാഹു ആ ഖേദിച്ചു മടക്കം ഇഷ്ടപ്പെടുന്നു. നോക്കൂ, അല്ലാഹുവിനെ ധിക്കരിച്ച അവന്റെ അടിമ അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കുന്നു. എന്നിട്ട് അല്ലാഹു അത് ഇഷ്ടപ്പെടുന്നു. തൗബ ചെയ്താൽ അല്ലാഹുവിന് അവന്റെ അടിമകളോട് വലിയ ഇഷ്ടമാണ്. അല്ലാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബ്, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ. അല്ലാഹു അവരിലേക്ക് ധാരാളമായി പശ്ചാത്തപിച്ച് മടങ്ങുന്നവരെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അല്ലാഹുവോട് നമ്മൾ ദുആ ചെയ്യണം, ഫഅഫു അന്നി, അല്ലാഹുവേ എനിക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണേ. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. റമദാനിന്റെ അവസാനത്തിലാണ് ഇത് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. കാരണം അവസാനമാകുന്നതോടുകൂടി നമ്മൾ പാപങ്ങളിൽ നിന്നും, അവസാനമാകുന്നതോടുകൂടി സഹോദരങ്ങളെ നമ്മൾ പാപങ്ങളിൽ നിന്നും മുക്തമായ അവസ്ഥയിലേക്ക് എത്തണം. നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കാനുള്ള അവസരമാണ് റമദാൻ മുഴുവനും. എന്നിട്ട് അവസാനമാകുമ്പോൾ കൂടുതൽ ആ ശുദ്ധീകരണത്തിൽ നമ്മൾ പരിശ്രമിക്കാനാണ് ഇതാ ഈ പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അല്ലാഹുവിനോട് നമ്മൾ നമ്മുടെ തെറ്റുകളും ദൂരതകളും കുറവുകളും ഒക്കെ എടുത്തു പറഞ്ഞ റബ്ബേ എനിക്ക് പുറത്തു തരണേ, എനിക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണേ എന്ന് പറയാനുള്ള പ്രേരണയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ലാഹു പാപങ്ങൾ പുറത്തു തന്ന അവസ്ഥയിലാണ് നമ്മൾ റമദാനിനോട് വിട പറയേണ്ടത്. അല്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഇപ്രകാരം കാണാം. റളിബ അൻഫു റജുലിൻ, ഒരു മനുഷ്യൻ അവൻ തൊലഞ്ഞു പോകട്ടെ. ദഖല അലൈഹി റമദാൻ, അവനിലേക്ക് റമദാൻ സമാഗതമായി, റമദാനിലേക്ക് അവൻ വന്നു. റമദാൻ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എന്നിട്ട് റമദാൻ കഴിഞ്ഞുപോയി. അവൻ റമദാനിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ അവന്റെ പാപങ്ങളൊന്നും പൊറുക്കപ്പെട്ടിട്ടില്ല. ഈ രൂപത്തിലുള്ള ഒരുവൻ
നശിച്ചു പോകട്ടെ, തൊലഞ്ഞു പോകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ പ്രാർത്ഥനയുടെ ഗൗരവം. ആരാണ് ഈ ദുആ ചെയ്യുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ലോകർക്ക് കാരുണ്യമായിട്ടാണ് റസൂലിനെ അയച്ചത്. അവിടുന്ന് ഉമ്മത്തിനോട് ദയയുള്ള കാരുണ്യമുള്ള ആളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്, ഒരുവൻ തൊലഞ്ഞു പോകട്ടെ. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ റമദാനിന്റെ പവിത്രതകളും പരിശുദ്ധിയും, റമദാനിലെ അല്ലാഹു വാരിക്കോരി നൽകുന്ന പ്രതിഫലങ്ങളും, ഒരാഴ്ച മുഴുവനും വീണ്ടെടുക്കാൻ സാധിക്കുന്ന ലൈലത്തുൽ ഖദ്റും ഒക്കെ കിട്ടിയിട്ടും ഒരുവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ റമദാനിൽ നിന്ന് വിടപറഞ്ഞു പോവുക എന്നത് എത്ര മോശമായ കാര്യമാണ്. അത്തരത്തിലെങ്ങാനും ഒരാൾ റമദാനിൽ നിന്ന് വിടപറഞ്ഞു പോയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവന് എല്ലാ നന്മകളും തടയപ്പെട്ടതുകൊണ്ടാണ്. എല്ലാ നന്മകളും തടയപ്പെട്ടവനാണവൻ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെതിരിൽ പ്രാർത്ഥന നടത്തിയിരിക്കുകയാണ്. പാപങ്ങൾ പൊറുക്കപ്പെടാതെ റമദാനിനോട് വിട പറഞ്ഞു പോയാൽ ആ പ്രാർത്ഥനയിലാണ് ഉൾപ്പെട്ടു പോകുക. അല്ലാഹു നിങ്ങളെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാൻ അവസാനിക്കുമ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട അവസ്ഥയിലേക്ക് എത്തണം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥന നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. നിസ്കാരത്തിൽ, സുജൂദിൽ, നമ്മുടെ അവസാനത്തെ അത്തഹിയ്യാത്തിൽ സലാം വീട്ടുന്നതിന് മുന്നേ ഉള്ള സമയം, ബാഗിലും ഇഖാമത്തിലും ഇടയിലുള്ള സമയം, അത്താഴ വേളകളിൽ അല്ലാഹുവോട് ദുആ ചെയ്യുമ്പോൾ നമ്മൾ അല്ലാഹുവോട് ധാരാളമായി ദുആ ചെയ്യുക. അപ്പൊ എനിക്ക് പൂർത്തിയാക്കട്ടെ, അല്ലാഹുവേ വിട്ടുവന്ന് മാപ്പാക്കി നൽകണേ. സൃഷ്ടികൾ ഒരു തെറ്റ് നമ്മുടെ അടുക്കൽ സംഭവിച്ചു പോയാൽ അവർ വിട്ടുതരികയില്ല. സൃഷ്ടികൾക്ക് വേഗം ദേഷ്യം പിടിക്കും, വേഗത്തിൽ പ്രതികരിക്കും. അല്ലാഹു നോക്കും. നിങ്ങൾ അല്ലാഹു നൽകിയ സകല അനുഗ്രഹങ്ങളും നമ്മൾ അനുഭവിക്കുന്നു. അതിന്റെ നടുവിലാണ് നമ്മളുള്ളത്. എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു തന്നതാണ്. ഒരു അനുഗ്രഹം നോക്കില്ല. എന്നിട്ടും അല്ലാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ നമ്മൾ പരാജിതരാണ്. ന്യൂനതകൾ കൊണ്ട്, കുറവുകൾ കൊണ്ട്, സ്വഭാവ ദൂഷ്യങ്ങൾ കൊണ്ട് നമ്മൾ പിന്നിലാണ്. എന്നിട്ടും അല്ലാഹു നമുക്ക് വാതിൽ തുറന്നു വെച്ചിരിക്കും. അല്ലാഹു തൗബക്ക് വേണ്ടി നമ്മൾ വിളിച്ചിരിക്കും. എന്നിട്ട് അല്ലാഹു ആ തൗബ ഇഷ്ടപ്പെടുന്നു. ആ തൗബയിൽ അല്ലാഹു സന്തോഷിക്കും. ഏതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ ചരിത്രം പറഞ്ഞ ഒരു സംഭവം. മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ, അയാളുടെ വാഹന മൃഗം നഷ്ടപ്പെട്ടു പോയി. അയാൾ ഒന്ന് മയങ്ങിയപ്പോൾ കണ്ടു തുറന്നു നോക്കുമ്പോൾ വാഹന മൃഗമില്ല, കാണാതെ പോയിട്ടു. എല്ലാ വിഭവങ്ങളും ഒരുക്കി വെച്ച ആ വാഹന മൃഗം നഷ്ടപ്പെട്ടു പോയപ്പോൾ, അപ്രത്യക്ഷമായപ്പോൾ അയാൾ വല്ലാതെ സങ്കടപ്പെട്ട് ദുഃഖത്തോടെ ഒരു മരച്ചുവട്ടിൽ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. അഗാധമായ ഉറക്കത്തിന് ശേഷം അയാൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നു തന്റെ നഷ്ടപ്പെട്ടു പോയ വാഹനമൃഗം. ഇത് കണ്ടപ്പോൾ സന്തോഷത്തോടു കൂടി അയാൾ പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദി വഅന റബ്ബുക. അല്ലാഹുവേ, നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാണ്. യഥാർത്ഥത്തിൽ എന്താ പറയേണ്ടത്? അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമയും നീ എന്റെ റബ്ബുമാണ് എന്നാണ് പറയേണ്ടിയിരുന്നത്. സന്തോഷത്തിന്റെ കാഠിന്യം കൊണ്ട് അയാളുടെ വാക്ക് മാറിപ്പോയി. അല്ലാഹ്, ഞാൻ നിന്റെ റബ്ബും നീ എന്റെ അടിമയുമാണ് എന്ന് പറഞ്ഞുപോയി. സന്തോഷത്തിന്റെ കടുപ്പമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു തന്നത്, ഒരടിമ തൗബ ചെയ്താൽ അല്ലാഹു സന്തോഷിക്കും. ഈ മനുഷ്യനേക്കാൾ, സന്തോഷം കൊണ്ട് വാക്ക് മാറിപ്പോയ ഒരാളേക്കാൾ
അള്ളാഹു അവന്റെ ജലാലത്തിന്, അവന്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ അള്ളാഹു സന്തോഷിക്കും. ഒക്കെ നിങ്ങൾ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ നമ്മൾ ധിക്കരിക്കുക. എന്നിട്ട് അള്ളാഹു തൗബക്കുള്ള വാതിൽ നമുക്ക് തുറന്നു തരിക. എന്നിട്ട് ആ തൗബ അള്ളാഹു സ്വീകരിക്കുക. എന്നിട്ട് ആ തൗബയിൽ അള്ളാഹു സന്തോഷിക്കുക. അള്ളാഹു അല്ലാതെ മറ്റാരാണുള്ളത്? സഹോദരങ്ങളെ, നോക്കൂ, ഇതിനൊക്കെയുള്ള അവസരമാണ് പരിശുദ്ധ റമദാൻ. പ്രത്യേകിച്ച് അതിന്റെ അവസാനത്തെ നിമിഷങ്ങൾ. യുവാക്കൾ, ചെറുപ്പക്കാരന്റെ സഹോദരങ്ങളോട് പറയട്ടെ, ഒരു സമയം പാഴാക്കരുത്. ചെറിയ പ്രായം, ചെറുപ്പക്കാരൻ, ചെറിയ കുട്ടികളാണ്. നമ്മൾ സമയം വെറുതെ കഴിച്ചു കൂട്ടരുത്. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് റബ്ബിനുള്ള ഇബാദത്തുകളിലായി വളർന്നു വരിക എന്നത് നിങ്ങൾക്ക് നാളെ അള്ളാഹു എനിക്കും നിങ്ങൾക്കും അത് നൽകുമാറാവട്ടെ. അർശിന്റെ തണൽ ലഭിക്കാനുള്ള കാരണമാണ്. ഒരു തണലുമില്ലാത്ത അർദുൽ മഹ്ശറിൽ സൂര്യൻ അടുത്തു വന്ന് നിൽക്കുമ്പോൾ, വിയർപ്പിൽ ആളുകൾ മുങ്ങി നിൽക്കുമ്പോൾ അർശിന്റെ തണൽ നൽകി അള്ളാഹു ചിലരെ ആദരിക്കും. കൂട്ടത്തിൽ പെട്ട ഒരു വിഭാഗം ശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി എന്നാണ്. തന്റെ റബ്ബിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്തു വന്ന് വളർന്നു വന്ന ഒരു യുവാവ്. അതുകൊണ്ട് യുവാക്കൾ, ചെറുപ്പക്കാർ ശ്രദ്ധിക്കുക. കിട്ടിയ സമയം നമുക്ക് സാധിക്കുന്ന പോലെ ഇബാദത്തുകൾ ചെയ്യുക. കളിക്കാനും ചിരിക്കാനും ഒക്കെ സമയമുണ്ട്. ഇബാദത്തുകൾ നമ്മൾ മറക്കരുത്. ഉള്ള അവസരങ്ങൾ മുതലെടുക്കുക. കളിയും ചിരിക്കും കുറയ്ക്കാം. പ്രത്യേകമായി ഓർമ്മപ്പെടുത്തട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ സീസണിൽ ലാഭം കൊയ്തെടുക്കേണ്ട സീസണിൽ ഒരാൾ ലാഭം കൊയ്തെടുത്തില്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് അയാൾ ലാഭം കൊയ്തെടുക്കുക? ബുദ്ധിയുള്ള ഒരു കച്ചവടക്കാരൻ സീസണിലാണ് അയാൾ കൂടുതൽ പരിശ്രമിക്കുക, ലാഭം നേടിയെടുക്കുക. നമുക്കുള്ള ഇബാദത്തുകൾക്കുള്ള സീസണാണിത്. നഷ്ടമില്ലാത്ത കച്ചവടം. ഇതിൽ നമുക്ക് നഷ്ടമില്ല. എന്താ പറഞ്ഞില്ലേ, 10 ദിവസം പണിയെടുത്താൽ 10 ദിവസം കൂലിയാണ്. ദുനിയാവ് പോലെയല്ല. ഇപ്പോൾ നമ്മൾ പരിശ്രമിച്ചില്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ പരിശ്രമിക്കുന്നത്? ഇപ്പോൾ നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് സാധിക്കുന്നത്? ഇപ്പോൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ സാധിച്ചില്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് സാധിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ ജീവിതം നന്നാക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ എപ്പോഴാണ് സാധിക്കുന്നത്? ഇപ്പോൾ തഖ്വയുള്ള ഒരു മുത്തഖിയായി മാറാൻ സാധിച്ചില്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് സാധിക്കുന്നത്? ഇതൊക്കെ നമ്മൾ നമ്മോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ? ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി ആര് എന്റെ ഇബാദത്തുകൾ ചെയ്തു തരും? എനിക്ക് വേണ്ടി ദിക്ർ ചൊല്ലാനും, എനിക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യാനും, എനിക്ക് വേണ്ടി നിസ്കരിക്കാനും, എന്റെ ഇബാദത്തുകൾ ചെയ്യാനും ആരുമില്ല. എന്റെ കാലം കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ വിചാരണ മാത്രമാണ്, പിന്നെ പ്രതിഫലം മാത്രമാണ്, പിന്നെ അമലുകൾക്ക് അവസരമില്ല. ഇപ്പോൾ അവസരമുണ്ട്, ജീവിച്ചിരിക്കുമ്പോൾ അവസരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ശ്രദ്ധിക്കുക. അവസാനത്തെ ദിവസങ്ങൾ നന്നായി മുതലെടുക്കാൻ നമ്മൾ അഹോരാത്രം പരിശ്രമിക്കുക. അവസാനമായി കിട്ടുന്ന ഓരോ നിമിഷവും നമ്മൾ റബ്ബിനുള്ള ഇബാദത്തുകൾ ചെയ്തുകൊണ്ട്, നേരത്തെ പറഞ്ഞ ഇഅ്തികാഫും അതുപോലെയുള്ള ഇബാദത്തുകളും ഒക്കെ കൊണ്ട് നമ്മുടെ ദിവസങ്ങൾ, നമ്മുടെ സമയങ്ങൾ നമ്മൾ സമൃദ്ധമാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ സൽക്കർമ്മങ്ങൾക്കും തൗഫീഖ് നൽകി നമ്മെ സഹായിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനും അതോടൊപ്പം നമ്മുടെ ജീവിതവും മുതലെടുക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ, സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും കുറവുകളും അല്ലാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ മരണം വരെ അല്ലാഹുവിന്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാനും അതിലായി മരിക്കാനും
നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും അല്ലാഹു റബ്ബുൽ ആലമീൻ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. എല്ലാ നന്മകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ ഇടങ്ങളിലും സന്താനങ്ങളിലും അല്ലാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉപകാരപ്രദമായ വിജ്ഞാനം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സൽക്കർമ്മങ്ങൾക്കുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസവും തുറവിയും സമാധാനവും ശിഫാവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. اللهم توفنا مسلمين والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. والله تعالى أعلى وأعلم. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.